പരിശുദ്ധ നാമം മഹത്വപ്പെടട്ടെ. വളരെ ആദരനായ ആചാര്യ ശ്രേഷ്ഠൻ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി ഉത്ഥാനം ചെയ്ത് ഇന്ന് നമുക്കായി ജീവിക്കുന്ന നല്ലവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പരിശുദ്ധ ധ്യാനത്തിൻ്റെ ഈ സമയം നിശ്ചയമായും പുണ്യശ്ലോകനായ പരിശുദ്ധ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ദിവ്യ സമ്പത്താവുന്ന പരിശുദ്ധ പരിമല കൊച്ചുരുമേനയുടെ ഈ സന്നിധിയിൽ നമ്മൾ കൂടി വന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത തലങ്ങളെയും ദൈവത്തിനായി സമർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഓർപ്പിച്ചതുപോലെ, മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ പാതാരബന്ധങ്ങളിലിരുന്ന് പഠിപ്പാൻ, ധ്യാനിപ്പാൻ, ദൈവത്തിൻ്റെ സമാധാനം നൽകുന്ന പരിശുദ്ധ വചനത്തിൻ്റെ കേൾവിയിൽ അത് അനുഗ്രഹകരമായി ജീവിതത്തെ സ്വാധീനിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന ഇരുവായ്ത്തല മൂർച്ചയുള്ള പരിശുദ്ധ വചനത്തിൻ്റെ സ്വർഗീയ സാക്ഷികളാകുവാൻ നമുക്കിന്നിടയാവട്ടെ എന്ന് മുന്നമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചയും ഈ പരിശുദ്ധ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആരാധനയിൽ, പ്രത്യേകിച്ചും സ്ലീബാ നമസ്കാരത്തിൽ ആദ്യ ഭാഗത്തെ പ്രാരംഭ പ്രാർത്ഥനയുടെ അവസാന പാദത്തിൽ ഓർപ്പിക്കും പോലെ, പുണ്യായി പരിശുദ്ധ തിരുമേനിയെപ്പോലെ, അല്ലെ വിശുദ്ധന്മാരെ പോലെ, ശുദ്ധിമതിയായ കന്യാമറിയാമിനെ പോലെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വിശുദ്ധിയെ സാംശീകരിപ്പാൻ നമുക്കിടയാവും. നമ്മൾ ഈ പരദേശവാസത്തിൽ ജീവിക്കുമ്പോൾ നിശ്ചയമായും ഈ ലോകത്തിന് വേണ്ടിയല്ല നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങൾ എന്നുള്ള ബോധ്യപ്പെടുവാനിടയാവും. ദൈവത്തിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ കർത്താവിൻ്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസികൾ നിശ്ചയമായും അതിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അത് പാപമായി തീരുകയാണ്. പാപം എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്ക് ഹമാർത്യ എന്നുള്ളതാണ്. ഹമാർത്യ മീൻസ് മിസ്സിംഗ് ദ ടാർഗറ്റ്. ലക്ഷ്യം തെറ്റുന്നതിനെ പാപം എന്ന് വിളിക്കും. ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന തലങ്ങളിൽ നിന്ന് നമ്മളെപ്പോൾ പിന്നോട്ട് പോകുന്നോ അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വളരെ ദുരന്തം നിറഞ്ഞ പേരാണ് പാപി. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ഭാരങ്ങളൊക്കെ പേറി നല്ലവനായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയാതെ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടി വരുമ്പോൾ അശ്വത്ഥാമാവിൻ്റെ ചില അനുഭവങ്ങൾ നമ്മൾ ചരിക്കേണ്ടി വരും. ചൂടാമണി ചൂഴ്ന്നെടുക്കപ്പെട്ട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങി നമ്മളൊക്കെ സന്തോഷിക്കുന്നെങ്കിലും ചിരഞ്ജീവിയായി ജീവിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ടെങ്കിലും വലിയ നിരാശയിൽ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കണമെന്നറിയാതെ ദുരന്തങ്ങൾ ഒഴുകുന്നവനാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തുവിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും വിടുതലുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ പാദങ്ങളിൽ ചുംബിച്ചിരിക്കുമ്പോൾ നിശ്ചയമായും ജീവിതത്തിൻ്റെ ദുർഘട നിമിഷങ്ങളെയൊക്കെ മറന്ന് താബോറിൻ്റെ അനുഭവം പോലെ ഒരു പ്രകാശീകരണം യേശുക്രിസ്തുവിൻ്റെ മഹത്തരമായ വെളിച്ചത്തിൽ കുളിച്ചു നിൽപ്പാൻ നമുക്കിടയാവും. കർമ്മേൽ മലകൾ നമുക്ക് അന്യമായി പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെയൊക്കെ യേശുവിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ വലിയ വാഗ്ദത്വത്തിൻ്റെ ഉടമ്പടിയുടെ വക്താക്കളായി തീരണം നമ്മൾ. നിശ്ചയമായി യേശുക്രിസ്തു പറയുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ആശ്വസിച്ചുകൊള്ളുവീൻ. തൻ്റെ ശ്ലീഹന്മാരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ വേറിട്ട് വന്ന് ആശ്വസിപ്പീൻ. അവിടെ നിശ്ചയമായും ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒരിക്കലും മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം നമ്മളെ സ്വാന്തനിപ്പിക്കുകയാണ്. അവിടെ തകർക്കപ്പെടുവാനും തളർന്നു പോകുവാനും ജീവിതത്തിൽ പിടിച്ചു കൽപ്പാരിപ്പാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ടാവാം. ചില ആളുകൾക്ക് രോഗങ്ങൾ, ദുഃഖങ്ങൾ, മറ്റ് നെടുവീർപ്പുകൾ, മക്കളില്ലാതെ ക്ലേശിക്കുന്നവർ, മക്കൾ ഉള്ളതിനാൽ ക്ലേശിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ ദുഃഖങ്ങൾ പേർന്നവരാണ് നമ്മൾ. സാമ്പത്തിക ഭാരങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ടാവാം. ജീവിതത്തിൽ ആഗ്രഹിച്ച തലങ്ങളിൽ എത്താൻ കഴിയാതെ നിരാശയിൽ കഴിയുന്നവരുണ്ടാവാം. പക്ഷേ ഇവർക്കെല്ലാം സ്വാന്തനമായി തളർന്നു പോകാതിരിപ്പാൻ, ജീവിതത്തിൽ പിടിച്ചു നിൽപ്പാൻ തക്കവണ്ണം ശക്തിയേറിയ സങ്കേതമായി ദൈവത്തിൻ്റെ പരിശുദ്ധ പുത്രൻ നമുക്ക് വേണ്ടി താണിറങ്ങി വന്നു എന്ന് മനസ്സിലാക്കുക. കൊമേഴ്സ് പഠിക്കുന്നവർക്കറിയാം, സെൻട്രൽ ബാങ്ക് ഓർ റിസർവ് ബാങ്ക് ഈസ് ദ റെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട് എന്ന് പറയും. സാമ്പത്തിക ഇടപാടുകളിൽ
ബാങ്കിങ് സിസ്റ്റത്തെ സഹായിക്കുന്ന ഏറ്റവും ആശ്രയിക്കാൻ കഴിയുന്ന തലമാണ് റിസർവ് ബാങ്ക്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം യേശു ക്രിസ്തുവിലുണ്ട്. ദൈവത്തിൻ്റെ തലങ്ങളിൽ നടന്നെടുക്കാൻ കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഭരിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് വേറിട്ടുന്ന ചിന്തിപ്പാൻ നമുക്കിടയാവും. പരിശുദ്ധനായ പൗലോസ്ലീഹ കർത്താവിനോട് പ്രാർത്ഥിച്ചുവല്ലോ, വെളിപാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ജഡത്തിൽ എനിക്കൊരു ശൂലം നൽകിയിരിക്കുന്നു. അത് മാറുവാൻ ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. എൻ്റെ കർത്താവിൻ്റെ കാതുകളിൽ മന്ത്രിക്കുന്നു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എൻ്റെ കൃപ നിനക്ക് മതി. അവിടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ഒരിക്കലും നെടുവീർപ്പിടാതിരിപ്പാൻ തക്കവണ്ണം കാലിത്തൊഴുത്തിൽ കല്ലിടാവിൽ ജനിച്ച യേശുക്രിസ്തുവിൻ്റെ മധുരസ്മരണകൾ അയവിറക്കാൻ നമുക്കിടയാവണം. ധ്യാനത്തിൽ നിശ്ചയമായും നിശബ്ദതയും ഏകാഗ്രതയും ഏകാന്തതയും ആവശ്യമാണ്. നമുക്കറിയാം, മൃഗങ്ങളൊക്കെ ഭക്ഷിച്ചതിന് ശേഷം അയവിറക്കാറുണ്ട്. അവിടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും ഇന്ന് വരെ ആയിരിക്കും തലങ്ങളെപ്പറ്റി വളരെ ശാന്തമായിരുന്ന് എന്നെ തന്നെ പരിശോധിക്കാനുള്ള സമയമാണ് ധ്യാനം. അഷ്ടാംഗ മാർഗങ്ങളിൽ 6-ാമത്തേതാണിത്. നിശ്ചയമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി സായുജ്യം അടയുന്ന, ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്ന ഒരു നിമിഷമാണ് ധ്യാനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് വിയർപ്പോടെ അപ്പം ഭക്ഷിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ നമ്മൾ വിയർക്കാതെ പോകുന്നുവെങ്കിൽ സൂക്ഷിക്കുക. സമകാലീന ജീവിതത്തിൽ നിരന്തരം ദുഃഖങ്ങൾ പേറുകയാണ്. ഞാൻ ഓർപ്പിച്ചതുപോലെ അവനവൻ്റെ ഭാരങ്ങൾ പേറി നെടുവീർപ്പിട്ടുകൊണ്ട് ശപിച്ചുകൊണ്ട് ജീവിതത്തെ തന്നെ ദുഷ്കരമായി കണ്ട് ജീവിക്കുന്ന മനുഷ്യ, നിശ്ചയമായും യേശുക്രിസ്തുവിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിശ്ചയം അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ നമുക്കിടയാവണം. കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഇറ്റ്സ് ആൻ അൺകണ്ടീഷണൽ ലവ്. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹമാണ്. യെശയ്യാപ്രവചനം 49-ാം വാക്യത്തിൽ ഓർപ്പിക്കും പോലെ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ജീവിക്കുന്നവന് ഈ ലോകത്തിലെ യാതൊരു വിഷയങ്ങളും അവന് കെട്ടുപാടുകളായി തീരുകയില്ല. നിശ്ചയമായി യേശുവിൽ സമർപ്പിക്കപ്പെട്ട് എൻ്റെ ദൈവം എനിക്ക് മതിയാകുന്നവനാകുന്നു, നെഹമ്യാവ് പ്രാർത്ഥിക്കും പോലെ എൻ്റെ സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കുമെന്നുള്ള ബോധ്യം, ആ വിശ്വാസത്തിൽ ജീവിപ്പാനിടയാവും. എബ്രായ ലേഖനത്തിൽ അനുഗ്രഹകരമായ വചസ്സുകൾ നമുക്ക് കേൾക്കുന്നുവല്ലോ, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാവും. അവർ ഫെയ്ത്ത് ഇൻ ഗോഡ് or believing in God is not our God can but our God will എന്ന് വിശ്വസിപ്പ്. എൻ്റെ ദൈവത്തിന് ഇത് കഴിയും എന്ന് വിശ്വസിക്കുന്നവന് നിശ്ചയമായത് പ്രാപിപ്പാനായിട്ട് കഴിയും. ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളെല്ലാം നേടാം എന്നതിനർത്ഥമില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധ കരുണയാൽ ആയിരിക്കുന്ന തലങ്ങളിൽ സംതൃപ്തിയോടെ സമാധാനത്തോടെ ജീവിപ്പാൻ നമുക്കിടയാവും. എനിക്ക് എന്തുണ്ട് എന്നുള്ളതല്ല ദൈവത്തിൻ്റെ മുമ്പിലുള്ള വിഷയം. സത്താപരമായ ഓണ്ടോളജിക്കലായിട്ടുള്ള അനുഗ്രഹകരമായ തലത്തെ പറ്റിയാണ് ദൈവത്തിന് കേൾക്കേണ്ടത്. ഞാൻ ആരായിരിക്കുന്നു ദൈവത്തിൻ്റെ മകനായി മകളായി ജനിക്കപ്പെടുവാൻ? കൈക്കുഞ്ഞായി പറഞ്ഞതു മുതൽ പരിശുദ്ധ കൂദാശ മുതൽ അത് സ്വീകരിച്ച് പരിശുദ്ധ മാമോദീസായുടെ സഭയിലാകപ്പെട്ട് അനുഗ്രഹകരമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് സാവകാശങ്ങൾ നൽകുകയാണ്. കർത്താവ് പറഞ്ഞുവല്ലേ, ഞാൻ ജീവൻ നൽകുവാനും സമൃദ്ധിയായ ജീവൻ നൽകുവാനും അത്രേ വന്നിരിക്കും. അതുകൊണ്ട് ക്രിസ്തുവിലേക്കൊന്ന് അടുത്തു വരിക. മാറിടാത്ത യേശുനാഥൻ നിന്റെ വേദനകളെല്ലാം മാറ്റാൻ പര്യാപ്ത കഴിവുള്ളവനാണ്. അവൻ മാറായി മധുരമാക്കുന്ന ദൈവമാണ്. അവൻ നിന്നോട് പറയും, ഞാൻ നിന്നെ രോഗത്തിൽ ക്ലേശിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനോട് പറയും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഒരു ചെറിയ കമ്പിനാൽ മാധുര്യമുള്ള വെള്ളത്തെ പുറപ്പെടുവിക്കാൻ കഴിവുള്ളവനാണ് ഞാൻ. അവിടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ ഉൾത്തടങ്ങളെ ദീപ്തമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധ സ്നേഹത്തിൽ വസിപ്പാൻ ഇടയാവണം. ഇന്ന് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം നമുക്ക് അന്യമായി പോകുന്നുള്ളതാണ് പ്രശ്നമെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. കർമ്മേൽ മലയിലെ വിശ്വാസത്തിൻ്റെ മാതൃകയായ ഏലിയാവിൻ്റെ പരിശുദ്ധ സരണി എനിക്കും നിങ്ങൾക്കും എപ്പോൾ നഷ്ടമാകുന്നുവോ അപ്പോൾ ജീവിതം ദുരന്തമായി മാറും. നിർഭാഗ്യങ്ങൾ പോലും എന്നെ അനുഗ്രഹിക്കാത്ത ചില തലങ്ങളുണ്ടാവും. ജീവിതത്തിൽ മരിപ്പാൻ ആഗ്രഹിച്ചിട്ട് മരിപ്പാൻ പോലും കഴിയാത്ത ചില തലങ്ങൾ. അങ്ങനെ ദുരന്തങ്ങളുടെ ദൂതുപേർ ജീവിക്കേണ്ട ഗതികേടിലേക്ക് വരും. പക്ഷേ എല്ലാ ദുരന്തങ്ങളുടെ അനുഭവത്തിൽ ഇയ്യോബിനെ പോലെ പ്രത്യാശ ഉണ്ടാവുക. സോപാനം എന്ന കവിതയിൽ പൂന്താനം പാടിയത് നിങ്ങൾക്കറിയാം.
നിശ്ചയമായി രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിടും, ഉഷസംഗം പ്രകാശിച്ചിടും. ദേവൻ സൂര്യനുദിക്കുമേ, കമലവും കാലെ വിടർന്നിടുമേ. ഏവം മുട്ടിനകത്തിരുന്നൊളി മനോരാജ്യം തുടർന്നിടവേ. ദൈവത്തിൻ മനം ആര് കണ്ടു പിഴുതാൻ രന്തീന്ദ്രന പത്മിനി. ജീവിതത്തിൽ ചില ദുർഘടങ്ങളൊക്കെ അറിയാതെ കടന്നു വന്നേക്കാം. നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതിനെയൊക്കെ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. ഏറ്റവും കൂടുതൽ ലാളിച്ചു വളർത്തിയ മക്കളൊക്കെ നഷ്ടപ്പെട്ടേക്കാം. സമ്പത്ത് നഷ്ടപ്പെടാം, നിന്റെ ആരോഗ്യം നഷ്ടപ്പെടാം. പക്ഷേ യേശുവിൽ വിലയം പ്രാപിപ്പാൻ നിനക്ക് കഴിഞ്ഞാൽ, നീ മാത്രം മതിയെന്ന് ആത്മാർത്ഥമായി ഘോഷിക്കുന്ന ഒരു തലത്തിലേക്ക് നടന്നെടുക്കുവാൻ കഴിഞ്ഞാൽ, നിന്നെ ദൈവം പരിപൂർണമായി സൗഖ്യമാക്കും. നിന്റെ മുറിവുകളെല്ലാം കർത്താവ് കെട്ടിവെക്കും നിശ്ചയമായിട്ട്. അവിടെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഉടമ്പടിയുടെ ദൈവത്തെ സ്നേഹിപ്പാൻ ഇടയാവണം. കണ്ടാൽ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോടുകൂടി ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവം, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുകയാണ്. ദൈവം നമ്മോടുകൂടെ എന്നുള്ളതിനേക്കാൾ ഉപരി വ്യക്തി ജീവിതത്തിൽ ദൈവം നിങ്ങളോടുകൂടെ, നിന്നോടുകൂടെ എന്നുള്ളതിനാണ് ഏറ്റവും സാങ്കത്യം. അതുകൊണ്ട് ഏത് പ്രായത്തിൻ്റെ അനുഭവത്തിൽ ചരിച്ചാലും യേശുവിൻ്റെ മകനായി മകളായി ജീവിപ്പാൻ കഴിയുക. അവസാനം കാൽവരിയിൽ കർത്താവ് പറഞ്ഞതുപോലെ വെറും 33.5 വർഷം മാത്രം ജീവിച്ച് ഒരു നാണയത്തുട്ടിനെ പോലും കൈകൊണ്ട് തൊടാതെ ജീവിച്ച കർത്താവ് അവസാനം കാൽവരിയിൽ കിടന്ന് പറയുന്ന എവറിഥിങ് ഫുൾഫിൽഡ്, എല്ലാം നിവൃത്തിയായി. അതുകൊണ്ട് 4 മണിപ്പൂവിനെ പോലെ ജീവിപ്പാനിടയാ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. യഹോവയെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. 4 മണിപ്പൂവ് അധിക സമയം ജീവിക്കുകയില്ല ഭൂമിയിൽ. പക്ഷേ എത്ര മണിക്കൂറുകൾ ചുരുങ്ങിയ സമയദൈർഘ്യത്തിനുള്ളിൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ പുഷ്പമാണ് 4 മണിപ്പൂവ്. ചിത്രശലഭൻ 2 ആഴ്ചക്കാലം മാത്രമേ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ. പക്ഷെ ജീവിക്കുന്ന സമയം, ആ ചുരുങ്ങിയ സമയദൈർഘ്യത്തിനുള്ളിൽ തന്നെ ദർശിക്കുന്നവർക്കെല്ലാം സന്തോഷമേകുന്ന ചെറിയൊരു ഷഡ്പദമാണ് നിശ്ചയമായും ചിത്രശലം. 33.5 വർഷം മതി സാഫല്യമുള്ള ജീവിതത്തിന് കാണിച്ചു തന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എത്ര നാൾ ജീവിച്ചു എന്നുള്ളതുപരി എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാകുന്നു എന്ന് പരിശോധിക്കപ്പെടാൻ കഴിഞ്ഞാൽ നീ ഭാഗ്യവാനായി. അതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭയപ്പെടേണ്ട എന്ന് പരിശുദ്ധ വേദപുസ്തകത്തിൽ 366 പ്രാവശ്യം യേശു തമ്പുരാൻ ഓർപ്പിക്കുന്നു. എന്നെ തേടി വരുന്ന ക്രിസ്തു ഓരോ ദിവസവും എന്നെ സന്ദർശിക്കുമ്പോൾ അവൻ എന്നോട് പറയാനുള്ള വാക്ക്, ഫിയർ ദൗ നോട്ട്, ഐ ആം വിത്ത് യു. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെ ഇരിക്കാം. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കീഴിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറയുക. ജീവിതത്തിൽ ശാരീരികമായ ക്ഷമതകളൊന്നും ഈ അനുഗ്രഹകരമായ തലങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നമ്മളെ സഹായിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രത്യേകമായ ശുഷ്കമായ ആവിഷ്കാരങ്ങളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശം ഏറ്റുവാങ്ങി ഈ പരിശുദ്ധ പരിമല കൊച്ചു തിരുമേനി പുണ്യവാനായ അദ്ദേഹം ജീവിച്ചതുപോലെ സൂര്യനിൽ നിന്ന് ചന്ദ്രൻ പ്രകാശം സ്വീകരിച്ച് വിളങ്ങും പോലെ ജീവിപ്പാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. നീതി സൂര്യനാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിൻ്റെ പ്രകാശകിരണങ്ങളെ എന്നിലേക്ക് സാംശീകരിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്. നിനക്ക് സമ്പത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുകയില്ല. ഈ ലോകത്തെ ഇഷ്ടപ്പെട്ടാൽ കർത്താവ് പറഞ്ഞാൽ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിങ്ങൾക്ക് സകലവും ലഭിക്കും. ഞാൻ മുമ്പ് ഇവിടെ ധ്യാനം നയിക്കാൻ വന്നപ്പോഴും ഒരു കഥ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൊട്ടാരത്തിൽ കുറേ കുട്ടികൾ പിക്നിക്കിനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ രാജാവ് പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇഷ്ടമുള്ളതെല്ലാം പറക്കിയെടുത്തോളാൻ പറഞ്ഞു കൊട്ടാരത്തിൽ നിന്ന്. ഈ കുഞ്ഞുങ്ങൾ ഓടി നാണയത്തുട്ടുകളും സ്വർണ്ണ നാണയങ്ങളും പൂക്കളും ഒക്കെ പറക്കിയെടുത്തു. പക്ഷെ ഒരു കുഞ്ഞ് അനങ്ങാതിരിക്കുകയാണ്. ആ കുഞ്ഞിനോട് രാജാവ് ചോദിച്ചു, പ്രിയപ്പെട്ട മകനെ, നിനക്കൊന്നും വേണ്ടേ? ഇവിടുത്തെ മനോഹരമായ പുഷ്പങ്ങളും സ്വർണ്ണ നാണയങ്ങളൊക്കെ പറക്കിയെടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, രാജാവേ, എനിക്ക് ഈ സ്വർണവും പൂക്കളും ഒന്നും ആവശ്യമില്ല, എനിക്ക് രാജാവിനെ മതി എന്ന് പറഞ്ഞു. ഈ മനോഹരമായ നിമിഷങ്ങളിലാണ് നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്, നീ മാത്രം മതി എന്ന് നമ്മുടെ പിതാക്കന്മാർ പാടിയതുപോലെ എൻ്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ല, എനിക്ക് യേശു മാത്രമെന്ന് പറയാൻ കഴിയുക. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തെന്ന് ഘോഷിപ്പാൻ കഴിയുക. അവിടെ അനർഘമായ അനൽപമായ സ്വർഗീയ സ്നേഹത്തെയും ആ മനോഹാരിതയും നദാനിയയിൽ ലഭിച്ച പോലെ അനുഗ്രഹമായ ദർശനങ്ങളൊക്കെ ഉണ്ടാവാനിടയാവും. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതത്തിന് വലിയ ദൈർഘ്യമൊന്നുമില്ല. 100 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചാലും
36,500 ദിവസങ്ങൾ മാത്രമേ സമ്മാനമായി ലഭിക്കുകയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ പിതാക്കന്മാരുടെ കല്ലറ തുറന്ന് കാണുവാനിടയായി. വലിയ ധീരന്മാരെന്ന് ഘോഷിച്ചിരുന്ന, വളരെ ശക്തരെന്നൊക്കെ അഭിമാനിച്ചിരുന്നവരെല്ലാം പൊടിയായി മണ്ണിൽ കിടക്കുകയാണ്. നമ്മൾ ശനിയാഴ്ച ശീമാ നമസ്കാരത്തിൽ പാടും പോലെ, ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. മുന്നനാളിൽ കർത്താക്കന്മാർ, രാജാക്കന്മാർ, ഇന്ന് അല്പന്മാർ, സ്ഥാനഭ്രഷ്ടർ, മൃത്യുഗ്രസ്തർ. അവിടെ എല്ലാവരും പൊടിയാകുന്നവരാണ്. നിശ്ചയമായും ഈ ദേവാലയത്തിനുള്ളിലിരിക്കുന്നവരും സംസാരിക്കുന്ന ഞാനും ഈ നൂറ്റാണ്ടിൽ ഈ ഭൂമിയിൽ നിന്ന് ദൈവഇഷ്ടത്തിൽ കടന്നുപോയേക്കാം. പക്ഷെ അനുഗ്രഹകരമായി ജീവിപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയ സന്തോഷകരമായ ഈ പുലരിയെ നമുക്ക് വരവേൽപ്പാൻ ഇടയാവും. ദൈവിക സ്പന്ദനങ്ങൾ ഏറ്റുവാങ്ങി സമൂഹത്തിൻ്റെ നന്മയ്ക്കായി പരിശുദ്ധനായ പരിമല കൊച്ചുരുവിനെ പോലെ, പുണ്യവാന്മാരെ പോലെ ജീവിപ്പാൻ ഇടയാവും. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചുവല്ലോ, സ്ലൂസോയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, കർത്താവേ, നിന്റെ മാതാവിനെയും വിശുദ്ധന്മാരെയും ഈ നേരം തിരുസന്നിധിയിൽ ഞങ്ങൾ സ്മരിക്കും. അവരുടെ പ്രാർത്ഥനാ സഹായങ്ങളാൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഇനിയുള്ളതാണ്. അവരുടെ പുണ്യജീവിതത്തെ അനുകരിപ്പാനും അവരെ പോലെ നിനക്ക് ഇഷ്ടന്മാരാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടെ ഈ പുണ്യവാന്മാരും പുണ്യമതികളും കർത്താവിന് വേണ്ടി അങ്ങനെ ജീവിച്ചുവോ? നമ്മൾ മനസ്സിലാക്കുമ്പോൾ മശിഹായെ കാണുവാൻ കാംക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ട് ഉന്നത പദമേറി. അവിടെ ഈ ലോകത്തിൻ്റെ തലങ്ങളിൽ ചരിക്കുന്നവന് നസ്രായൻ്റെ കുരിശിൻ്റെ വഴി സ്വീകരിപ്പാൻ കഴിയില്ല. നസ്രായൻ്റെ കുരിശിൻ്റെ വഴി സഹനത്തിൻ്റെ പാതയാണ്. അവിടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ പേറേണ്ടി വരുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. നിന്റെ ദൈവത്തിന് തന്നെ ആവശ്യമുണ്ടെന്നുള്ള ബോധ്യം ഭരിക്കുകയാണ്. മറ്റെല്ലാവരും നിന്നെ ഉപേക്ഷിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കരത്താൽ നിന്നെ പിടിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളതാണ് പ്രത്യേകത. ഒരുപക്ഷെ ചാർച്ചക്കാരും കൂട്ടുകാരും ഒക്കെ നിന്നെ ത്യജിച്ചേക്കാം. പക്ഷെ ഒരിക്കലും മാറ്റമില്ലാത്ത സ്നേഹമാകുന്ന ക്രിസ്തു നിന്റെ ചാരം നീക്കിയാണ് നിന്റെ ദുഃഖങ്ങളെല്ലാം ഒഴിവാക്കി കണ്ണീർ തുടപ്പാൻ തക്കവണ്ണം. അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാൻ ഇടയാകുക. കർത്താവ് പറഞ്ഞുവല്ലോ, കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. യേശുവിൻ്റെ വലിയ വാഗ്ദത്തമാണ്. നമ്മുടെ കർത്താവ് ഉടമ്പടിയുടെ ദൈവമാണ്. ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, സാധാരണ സ്നേഹത്തിൻ്റെ വക്താവല്ല ക്രിസ്തു. നമുക്കറിയാം, ഈറോസ് എന്ന പദം മോഹം എന്ന പദമാണ്. സാധാരണ ജഡീക മോഹങ്ങൾക്ക് ഈറോസ് എന്ന് പറയാം. ഇടയനും ആടും തമ്മിലുള്ള ബന്ധത്തിന് സ്റ്റോർഗെ എന്ന് വിളിക്കുന്നു ഗ്രീക്കിൽ. കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹത്തിന് ഫിലിയോ എന്ന് വിളിക്കപ്പെടാം. പക്ഷേ യേശുവിൻ്റെ സ്നേഹം, മുമ്പ് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ആൻ അഗാപ്പേ. വ്യവസ്ഥകളില്ലാത്ത, നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹിക്കുന്നതല്ല, അവസാനം രക്തം വരെയും കാൽവറിയിൽ ചൊരിയുന്ന പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ അനുഭവം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഇന്ന് ഉണങ്ങിയിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നിങ്ങൾ പെട്ടെന്ന് പറയും, നിശ്ചയമായും കർത്താവിൻ്റെ തിരുമുറിവുകൾ ഉണങ്ങാത്തത് ഇന്നും മനുഷ്യൻ പാപത്തിൽ വസിക്കുന്നു എന്നുള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞേക്കാം. ഒരർത്ഥത്തിൽ അത് ശരിയുമാണ്. മനുഷ്യൻ്റെ അധാർമികത, മറ്റൊരു സൃഷ്ടിയെപ്പറ്റിയും ദൈവത്തിന് ഇത്രയും ദുഃഖമില്ല. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്കറിയാം, മനുഷ്യനെ സൃഷ്ടിക്കുക യഹോവ അനുദപിച്ചു. ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എബ്രായ വേദപുസ്തകത്തിൽ നിശ്ചയമായിട്ട് അവിടെ ഓർപ്പിച്ചിരിക്കുന്ന പദം ആസ എന്ന പദമാണ്. സൃഷ്ടിയിൽ ആദിയിൽ ദൈവം ആകാശം ഭൂമിയിൽ സൃഷ്ടിച്ചു, മൃഗങ്ങളെയും പക്ഷികളെയും ജലാശയങ്ങളെയും സൃഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ സൃഷ്ടി എന്ന വാക്കിന് ബാറ എന്ന പദം എബ്രായ പദത്തിൽ ഉപയോഗിക്കുന്നു. എങ്കിൽ മനുഷ്യനെ 6-ാം ദിവസം സൃഷ്ടിച്ചപ്പോൾ യഹോവയാൻ ദൈവത്തിൻ്റെ അരുളപ്പാടാൽ അവനെ സൃഷ്ടിക്കുമ്പോൾ, മണ്ണുകൊണ്ട് മനുഷ്യനെ ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുമ്പോൾ അവിടെ ആസ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബിക്കോസ് ആസ എന്ന പദം ഉപയോഗിക്കാൻ കാര്യം, ഇറ്റ്സ് എ സ്പെഷ്യൽ ക്രീച്ചർ, ഇറ്റ്സ് എ സ്പെഷ്യൽ ക്രിയേഷൻ. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് സാധാരണ മനുഷ്യനെ പോലെയല്ല, മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല. വളരെ സാദൃശ്യവും സ്വരൂപവും കൊടുത്ത് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് ഏറ്റവും ദുഃഖകരമായ അനുഭവം. ആദാമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ വലിയ ഉയരമുണ്ടായിരുന്നു എന്ന് പിതാക്കന്മാർ എഴുതിയിരിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കപ്പെട്ടപ്പോൾ നിശ്ചയമായ ഒരു മരത്തിൻ്റെ കീഴിൽ മറഞ്ഞിരിപ്പാൻ തക്കവണ്ണം അവൻ ചെറുതായിപ്പോയി. Sin is a descending process and it shall shrink you always. പാപം അത് ചെറിയൊരു ഡിക്ലൈൻ സ്റ്റേജാണ്, അത് നിന്നെ ചെറുതാക്കി കളയും. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹകരമായി ജീവിക്കുക. ഈ ലോകത്തിൽ ഇല്ലായ്മകളൊക്കെ നിന്നെ തേടി വന്നേക്കാം, നിനക്കുണ്ടായിരുന്നതൊക്കെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ യേശുവിൻ്റെ സ്നേഹത്തിൽ നീ വസിക്കുന്നുവോ, നിശ്ചയമായും നീയാണ് ഭക്തൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ഗിരിപ്രഭാഷണം ഇന്ന് അന്യമായി പോകരുത്. കർമ്മേൽ മലയും താബേൽ മലയും ഇന്നും അന്യമായി പോകരുത്.
ഇവിടെ അനുഗ്രഹകരമായ കുടിൽ കെട്ടി വസിക്കുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ സാക്ഷികളായി എന്നെ ഏൽപ്പിച്ച ജീവിതത്തിൻ്റെ ദൗത്യം പൂർത്തീകരിച്ച് സംതൃപ്തിയോടെ മടങ്ങിപ്പോകാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ മടങ്ങിപ്പോകാൻ ഇടയാകുക. അതുകൊണ്ട് ഇന്നത്തെ സ്വർഗീയമായ ചിന്തയ്ക്കായി വളരെ സുപരിചിതമായിരിക്കുന്നൊരു വേദഭാഗം 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാം വാക്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചത് എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എൻ്റെ അപ്പ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം, അവൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം എന്നെ സ്നേഹിച്ചിരിക്കും. തൻ്റെ ഏകജാതനായ പുത്രനെ തരുവാൻ മടിക്കാകിയാൽ അവൻ ലോകത്തെ സ്നേഹിക്കുന്ന സ്നേഹം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഭവനങ്ങളിൽ ഒത്തിരി സമ്പത്തുള്ളവരുണ്ടാവാം. ഈ സമ്പത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ദേവാലയത്തിൽ കൊടുത്താൽ അതിനെ യാഗം എന്ന് വിളിക്കാൻ കഴിയില്ല. 100 ആടുള്ളവൻ അതിൽ നിന്ന് ഒന്നിനെ കൊണ്ട് ദൈവത്തിനായി സമർപ്പിച്ചാൽ അതും ബലിയല്ല. കർത്താവ് ബലിയെപ്പറ്റി പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഓർപ്പിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ മർത്യശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും വിശുദ്ധിയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. 100 ആടുള്ളവൻ ഒന്നിനെ കൊണ്ട് കൊടുത്താൽ അത് ബലിയല്ല. ഏറ്റവും വലിയ ബലി എന്താന്ന് ചോദിച്ചാൽ പിതാവാൻ ദൈവം നടത്തിയ ബലിയാണ്. തൻ്റെ ഏകജാതൻ മാർവോട് ചേർന്നിരുന്ന ഏകപുത്രനെ ലോകത്തിൻ്റെ രക്ഷയ്ക്കായി മരത്താലുള്ള ശാപം മരത്താൽ നീക്കുവാൻ വേണ്ടി കൊല്ലപ്പെടുവാൻ, ലോകരക്ഷയ്ക്ക് വേണ്ടി മരിക്കപ്പെടുവാൻ തക്കവണ്ണം അയച്ചതാണ് ഏറ്റവും വലിയ ബലി. അതുകൊണ്ട് വിധവയുടെ ജില്ലക്കാശിനെ മാനിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ ആത്മശരീര മനസ്സുകളെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാവും. നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണ്, പക്ഷേ ഭാഗികമായിട്ടാണെന്നുള്ളതാണ് ദുരന്തം. പരിശുദ്ധ മാമോദീസായാൽ നമ്മൾ വിശുദ്ധ കുർബാനയുടെ അവസാന ഭാഗത്ത് ഓർപ്പിക്കും പോലെ ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പ് ദൂരസ്ഥനും സമീപസ്ഥരും ജീവനോടിരിക്കുന്നവരും വാങ്ങിപ്പോയവരും നമ്മുടെ കർത്താവായ യേശു എമ്പുരാന്റെ വിജയശ്ലീബാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസയുടെ റൂഷ്മയാൽ മുദ്രയിടപ്പെട്ടവരുമേ എന്ന് നമ്മളെ വിളിക്കുമ്പോൾ നിശ്ചയമായും രക്ഷയുടെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. പരിശുദ്ധ മാമോദീസ തൊട്ടിയ സഭയിൽ പ്രത്യേകിച്ചും പിതാക്കന്മാർ എഴുതിയിരിക്കുന്നത് എന്താണ് നിങ്ങൾക്കറിയാം? ഇറ്റ് ഈസ് എ സെക്കൻഡ് വൂംബ്. സഭയുടെ സെക്കൻഡ് വൂംബ് ഓഫ് ദി ചർച്ച്. സഭയുടെ ഗർഭപാത്രമാണ് പരിശുദ്ധ മാമോദീസ തൊട്ടി. അതുകൊണ്ട് ഈ മാമോദീസ തൊട്ടിയിൽ നിന്ന് വീണ്ടും ജനിക്കപ്പെട്ട് അനുഗ്രഹകരമായി ജീവിപ്പാൻ ദൈവം നമ്മൾക്ക് സ്വർഗീയ പ്രത്യാശ, മക്കളാകുവാൻ, മകനാകുവാൻ, മകളാകുവാൻ തക്കൊണ്ട് ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ദൈവത്തിലേക്ക് എന്നെ അടുപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം പ്രതിബന്ധമായി നിൽക്കുന്ന ചില തലങ്ങളെ കണ്ടെത്തണം. പ്രത്യേകിച്ചും അന്യായമായി സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന് തിരിച്ചു കൊടുക്കുക. സക്കായി പറഞ്ഞതുപോലെ ഞാൻ എന്തെങ്കിലും അന്യായമായി സമ്പാദിച്ചു 4 ഇരട്ടി പകരം കൊടുക്കുക. അങ്ങനെയെങ്കിൽ നിനക്ക് ലഭിക്കുന്ന ഒരു പേരുണ്ട്, അബ്രഹാമിൻ്റെ മകൻ, മകൾ എന്ന് വിളിക്കപ്പെടും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു സമർപ്പണത്തിലൂടെ നീ ചരിച്ചാൽ അവിടെ ലഭിക്കുന്ന മനോഹരമായ നിമിഷങ്ങളിൽ നിന്നാൽ നിന്റെ സാന്നിധ്യം കൊണ്ട് നിന്റെ കുടുംബവും അതുപോലെ നീ ചുറ്റി നിൽക്കുന്ന സമൂഹവും നന്മയിലേക്ക് കടന്നു വരും. അതുകൊണ്ട് അന്യായമായി സമ്പാദിച്ചൊക്കെ ദൈവത്തിന് മടക്കി കൊടുക്കണം. പല ദുഃഖങ്ങളുടെയും കാര്യം പരിശുദ്ധ വേദപുസ്തകത്തിൽ തെസ്സലോനിക്ക, തീമോത്തിയോസ് ലേഖനങ്ങളിലൊക്കെ ഓർപ്പിക്കും പോലെ എല്ലാ ദോഷത്തിൻ്റെയും കാരണം ദ്രവ്യാഗ്രഹമാണ്. എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ദ്രവ്യാഗ്രഹമാണ്. അതുതന്നെയാണ് ബുദ്ധൻ പറഞ്ഞത്, എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ആശയാകുന്നു, ആഗ്രഹമാകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ശ്രീബുദ്ധൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന വെള്ളക്കുതിരയെ പോലെ അവൻ ഉപേക്ഷിപ്പാനിടയായി. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഈ സ്നേഹിക്കപ്പെടുന്നതിന് ഭൗതികമായ തലങ്ങളിലൊക്കെ മാറ്റുന്നുകൊണ്ട് എൻ്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്ന, അവൻ എനിക്ക് സകലത്തിനും ഏറ്റവും ശ്രേഷ്ഠനായിരിക്കും എന്ന് ബോധ്യപ്പെടുന്ന ഒരു തലങ്ങളിലേക്ക് നടന്നെടുപ്പാൻ ഇടയാകുക. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഒരു മലിനയായ യുവതി ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ജീവിതത്തിൻ്റെ പ്രത്യേക പന്താവുകളിൽ ദുർമാർഗങ്ങളിലൊക്കെ ചരിക്കപ്പെട്ട ആ യുവതി കടൽ തീരത്തോട് നടക്കുകയാണ്, കടലിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ അവളിങ്ങനെ കുറേ ദൂരം നടന്ന് കടലിൻ്റെ തിരമാലകളോട് അടുക്കുമ്പോൾ
അവളൊന്ന് തിരിഞ്ഞു നോക്കി. താൻ നടന്നു വന്ന പാതയിൽ മണൽ തിട്ടകളിൽ ആ മണലിൽ തൻ്റെ കാൽപാദങ്ങളൊന്നും കാണാനില്ല. കാര്യം തിരകൾ അതെല്ലാം എടുത്തുകൊണ്ടങ്ങ് പോയി. അവൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, എൻ്റെ ക്രിസ്തുവേ, എൻ്റെ ദൈവമേ, ഞാൻ നടന്നു വന്ന പാതകളിലെ എല്ലാ ദുർഘടങ്ങളെയും ആ ദുർമാർഗത്തിൻ്റെ പാദമുദ്രകളെ എല്ലാം നീ മായ്ച്ചു കളഞ്ഞുവല്ലോ. എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള പ്രതിജ്ഞ. അവിടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരിൽ ഒത്തിരി ദുഃഖങ്ങൾ പേറുന്നവരുണ്ടാവും. സംസാരിക്കുന്ന എനിക്ക് ദുഃഖങ്ങളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാവാം. പക്ഷെ യേശു ക്രിസ്തുവിൻ്റെ പറഞ്ഞതെന്താ? മകനെ, മകളെ, നീ എൻ്റെ അടുത്തേക്കൊന്ന് വരിക, നിന്റെ എല്ലാ ദുഃഖങ്ങൾക്കും ഞാൻ നിവാരണം നൽകും എന്ന് പറഞ്ഞാൽ ലോകജീവിതത്തിൽ പിന്നെ സമ്പത്തും സ്ഥാനമാനങ്ങളും ലഭിക്കുമെന്നുള്ളതല്ല. പക്ഷെ മുമ്പേ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൃപ നിനക്ക് മതി എന്ന് കർത്താവ് നിന്റെ കാതുകളിൽ മന്ത്രിക്കും. നിശ്ചയം കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം ഇത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദൈവസ്നേഹത്തെ രുചിച്ചറിയുന്ന, വഴിയിൽ വെച്ച് നടന്നു പോകാതിരിക്കാൻ പുത്രനെ ചുംബിക്കുന്ന ഒരു ആധ്യാത്മികത നമുക്കുണ്ടാവണം. നമ്മൾ സാധാരണ തലങ്ങളിൽ മാത്രം ചരിച്ചാൽ മതിയല്ല, ദർശന വഴിയെ തിരഞ്ഞെടുക്കുന്നവരാവണം. സാധാരണ കാഴ്ചയ്ക്ക് വിപരീതമാണ് ആന്തരിക നയനങ്ങളുടെ ദർശനം. ഈ ദർശനം പ്രാപിച്ചവരാണ് നമ്മുടെ ഈ പരിശുദ്ധ പരിമല കൊച്ചുരുമേനിയും സ്വർഗീയ മാതാവൊക്കെ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉൾക്കാഴ്ച ഉണ്ടാവണം, നല്ല നേർക്കാഴ്ചകൾ ഉണ്ടാവണം. അന്ധനായ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കിയിട്ട് അവനോട് ചോദിച്ചു, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. മനുഷ്യൻ മരങ്ങളെപ്പോലെ നടക്കുന്നു ഞാൻ കാണുന്നു എന്ന് പറയുക. ദൈവം അവനെ വീണ്ടും സ്പർശിച്ചു. കാര്യം അവൻ്റെ കാഴ്ച ശരിയല്ലെന്ന് കർത്താവിന് മനസ്സിലായി. നമ്മുടെ കാഴ്ചകളൊക്കെ നന്നായിരിക്കണം, വിശുദ്ധമായ കാഴ്ചകൾ നമുക്കുണ്ടാവണം, നല്ല ദർശനങ്ങളുടെ തലങ്ങൾ സൂക്ഷിപ്പാനിടയാവണം. അവിടെ അനുഗ്രഹിക്കപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മളെ മാടി വിളിക്കുകയാണ്. ഈ പരിശുദ്ധ പിതാക്കന്മാരുടെ പിതാവിൻ്റെ സന്നിധിയിൽ വെച്ച് യേശുക്രിസ്തു വ്യക്തിപരമായി എന്നോട് നിങ്ങളോട് സംസാരിക്കട്ടെ. ഭർത്താവിനോട് മറുപടി പറയണം, അടിയനിതാ, അടിയനെ അയക്കണമേ. യെശയ്യാവ് കണ്ടതുപോലെ നല്ല ദർശനങ്ങൾ ഉണ്ടാവണം. നിശ്ചയമായും സാധാരണ കാഴ്ചകൾക്കപ്പുറം നല്ല നയനങ്ങളുടെ ദർശന വഴിയിൽ ചരിക്കുന്നവരാവണം നമ്മൾ. നല്ല സ്വപ്നങ്ങൾക്ക് ഉടമകളാവണം. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നല്ല പവിഴമുത്തുകൾ സൃഷ്ടിക്കപ്പെടുവാൻ തക്കമുള്ള ആധ്യാത്മിക ചര്യകൾ, ആ പരിശുദ്ധിയിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ദൈവസ്നേഹത്തെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ പകരം വെക്കാൻ കഴിയാത്ത, ഭർത്താവിനെ പറ്റി പറഞ്ഞ റാൻസം തീറിയാന്ന് പറഞ്ഞു, ബലിയാകുക, ഒരുവന് വേണ്ടി മറ്റൊരുവൻ ബലിയായ പരിശുദ്ധമായ തലം. ഭർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം കാൽവറി യാഗം അല്ല. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം ഇറ്റ്സ് എ ഇൻകാർണേഷൻ. മനുഷ്യാവതാരം ചെയ്തു എന്നുള്ളതാണ് കർത്താവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ത്യാഗം. അതുകൊണ്ട് കർത്താവ് ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് അർഹത തന്നുവെങ്കിൽ അതിനുവേണ്ടി യേശുവമ്പുരാൻ എനിക്ക് വേണ്ടി താണിറങ്ങി വന്ന് എന്നോടൊപ്പം മനുഷ്യനെ പോലെ ജീവിച്ചു. പാപം ഒഴികെ സർവ്വത്തിലും മനുഷ്യനായും ജീവിക്കാൻ മനസ്സിലാക്കുവാൻ ഇടയാവും. നിന്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ ഭൂമിയിൽ വസിച്ചത് വ്യക്തിപരമായ നിനക്ക് വേണ്ടിയാണ്. കുടുംബജീവിത തലങ്ങളും സമൂഹ തലമൊക്കെ പിന്നീട് വരും. വ്യക്തി ജീവിതത്തിൽ നിന്റെ നൊമ്പരങ്ങളെ അകറ്റുവാൻ, നിന്റെ പരാജയങ്ങളെ വിജയമാക്കുവാൻ, നിന്റെ നിരാശകളെ പ്രത്യാശയാക്കുവാൻ വേണ്ടിയാണ് യേശുവമ്പുരാൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചതെന്ന് മനസ്സിലാക്കുക. ഒത്തിരി ദുഃഖങ്ങൾ തമ്പുരാന്റെ ജീവിതത്തിലുണ്ടല്ലോ. ഞാൻ മുമ്പേ ഓർപ്പിച്ച പോലെ ക്രിസ്മസ് ഒരു ബലിപ്പെരുന്നാളാണ്. വാസ്തവത്തിൽ ഇത്രയും ആഘോഷങ്ങളുടെ ആവശ്യമില്ലെന്ന് എനിക്കും തോന്നി തുടങ്ങി. ക്രിസ്മസിന് ഇത്രയും നക്ഷത്ര വിളക്കുകൾ തൂക്കിയിട്ടൊന്നും കാര്യമില്ല. ഇന്ന് സാന്താക്ലോസ്മാരും ബിഷപ്പ് നിക്കോളാസൊക്കെ കുറഞ്ഞുപോയി. പാവപ്പെട്ടവന്റെ കീറിയ പായയുടെ ചുവട്ടിൽ ഒരു സമ്മാനപ്പതി വെക്കാൻ കഴിയാതെ സമകാലീന ജീവിതത്തിലെ ദുർഘടങ്ങളെല്ലാം ഏറ്റുവാങ്ങിയിട്ട് ഞാനും പാടുന്നു ഹാപ്പി ക്രിസ്മസ്. യാതൊരു സാങ്കത്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിശ്ചയമായും സ്വന്തം മക്കളെ പോലെ കാണാൻ കഴിയാത്ത മാതാപിതാക്കൾ, സ്വന്തം കുട്ടികൾക്ക് ആ മക്കൾക്ക് സ്വന്തം പേരൻസിനെ നന്മയാൽ കാണാൻ കഴിയാത്ത അവസ്ഥ. മനുഷ്യൻ 49 സങ്കീർത്തനം 20 വാക്യത്തിൽ ഓർപ്പിക്കും പോലെ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ. മനുഷ്യൻ മൈനസ് വിവേകം ഈസ് ഈക്വൽ ടു മൃഗം. അതുകൊണ്ട് വിവേകം നഷ്ടപ്പെട്ട മനുഷ്യന് മനുഷ്യന് പേരില്ല. പിന്നെ പരിശുദ്ധ മാമോദീസായിൽ അനുഗ്രഹകരമായ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട് നിശ്ചയമായി. പക്ഷെ പേര് പോലെ ജീവിപ്പാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മഹാനായ അലക്സാണ്ടർ ദി ഗ്രേറ്റ്, വളരെ ഭീരുവായിരിക്കുന്ന ഒരു അലക്സാണ്ടറെ കാണുവാൻ ഇടയായി. ഈ കൂട്ടത്തിൽ എൻ്റെ പേര് യോഹന്നാൻ എന്നാണ്, ജോൺ വർഗീസ് എന്നാണ് അച്ഛൻ്റെ പേര്.
ഞാൻ പറഞ്ഞത്, ഈ കൂട്ടത്തിൽ മറിയം ഇരിപ്പുണ്ട്, വിശുദ്ധനായ ഗ്രിഗോറിയോസിന്റെ പേര് ഉള്ള ജോർജ് എന്നുള്ള പേരുകളൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷേ ഒത്തിരി ആളുകൾ മറിയം എന്ന പേരുണ്ടെങ്കിലും മറിയത്തിന്റെ സ്വഭാവമില്ല. ആ നന്മയുടെ വിശുദ്ധീകരണങ്ങളിലേക്ക് നടന്നെടുക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധ മാമോദീസായാൽ ലഭിച്ച പേരിനെ അന്വർത്ഥമാക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ല. മഹാനായ അലക്സാണ്ടർ മറ്റേ ഭീരുവായിരിക്കുന്ന അലക്സാണ്ടറോട് ഒരു കാര്യം പറഞ്ഞു, മിസ്റ്റർ അലക്സാണ്ടർ ദി കവാർഡ്, ഐദർ യു ചേഞ്ച് യുവർ നെയിം ഓർ യുവർ ബിഹേവിയർ. അദ്ദേഹം ഓർപ്പിക്കുകയാണ്, ഒന്നുകിൽ നിന്റെ പേര് മാറ്റണം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറ്റണം. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നാൽ പറ്റുകയില്ല. മുമ്പേ ഓർപ്പിച്ചുവല്ലോ, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണമാണ്. യേശു ക്രിസ്തു എന്നിൽ നിന്ന് മാറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നിന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുക. അങ്ങനെ നീ വിശ്വസ്തനായിരുന്നാൽ, അല്പത്തിൽ നീ വിശ്വസ്തനായാൽ നിന്നെ അധികത്തിൽ വിശ്വസ്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിശ്ചയമായും വിശ്വാസത്തോട് പ്രത്യാശയോട് ജീവിപ്പാൻ ഇടയാകും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് താണിറങ്ങി വന്ന സ്നേഹമാണ്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ദൈവം താണിറങ്ങി വന്നു. മനോഹരമായൊരു ഗീതം ഇപ്പോഴത്തെ തലമുറകൾക്കൊക്കെ അന്യമായി പോയ ചില പാട്ടിൻ്റെ ശകലങ്ങളുണ്ട്. പഴയ പാട്ടുകൾക്കൊന്നും ഈ കയ്യടിയൊന്നും പറ്റിയല്ല കേട്ടോ. അൻപുടയനെ ചൊല്ലി അങ്ങനെ കൈയടിക്കാൻ പറ്റുക? എൻ്റെ ദൈവം മഹത്വത്തിൽ നിന്നുള്ള പാട്ട് പാടിയാൽ കൈയടിക്കാൻ പറ്റുകയില്ല. പിന്നെ ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്തിനാരെയാ? ഞാൻ പറഞ്ഞത്, ശുഷ്കമായി പോകുന്നു ഗീതങ്ങൾ പോലും. മറ്റേ പഴയ ഗീതങ്ങളിലൊക്കെ എൻ്റെ ദൈവം മഹത്വത്തിൽ നിന്നുള്ളതിൽ ഒരു മനോഹരമായൊരു ശകലമുണ്ട്. അതിപ്പോൾ ആരും പാടി കേൾക്കുന്നുമില്ല. ഭാരമെന്നോ വ്യസനമെന്നോ നമുക്കുരപ്പാൻ വകയെന്ത്, സമസ്ത ഭാരം യേശുമാർവിൽ ചേർത്തല്ലോ. നിനക്ക് ഭാരമെന്നോ പ്രയാസമെന്ന് തോന്നുന്നു. ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, യേശുക്രിസ്തുവിന്റെ തിരുമുറിവുകളിൽ നിന്ന് ഉണങ്ങാത്തതിന്റെ കാരണം ഞാൻ അല്പം പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ തിരുമുറിവുകൾ ഉണങ്ങാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം മനുഷ്യന്റെ പാപമാവുന്നു എന്നുള്ളതിലുപരി രണ്ടാം വരവിൽ ന്യായവിധിയുടെ സമയത്ത് പിതാവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ന്യായവിധിയിൽ നിർത്തുമ്പോൾ സ്വയത്തിൽ ആശ്രയിപ്പാൻ കഴിയാത്തൊരു രാത്രിയുടെ സമയത്ത്, എൻ്റെ അഹന്തകളും ആടയാഭരണങ്ങളെല്ലാം പൊളിച്ചെടുത്തപ്പെടുന്ന ആ രാത്രിയിൽ നിശ്ചയമായും എന്നെ വിധി കൽപ്പിച്ച് എൻ്റെ പാപത്തിൻ്റെ കെട്ടുകളും പേറി ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നരകത്തിന് ഞാൻ അവകാശിയായി തീർന്നേക്കാം. പക്ഷേ അങ്ങനെ ഒരു വിധി പിതാവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ തിരുമുറിവുകളിൽ നിന്ന് ഉണങ്ങാത്ത പുത്രനായ ദൈവം എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും. എന്താണ്? ഒരു മനുഷ്യൻ ഒരു തെറ്റിന് രണ്ട് ശിക്ഷയില്ല. എല്ലാവരുടെയും തെറ്റിന് ശിക്ഷയ്ക്കായിട്ട് ഞാൻ കാൽവറിയിൽ മൂന്നാണികളിന്മേൽ തൂണി അവസാന രക്തം വരെയും ചൊരിഞ്ഞവനാകുന്നുവല്ലോ. അതുകൊണ്ട് ഇനി ഇവനെ ശിക്ഷിക്കരുത് എന്ന് പറയാൻ തക്കവണ്ണം വലിയ അടയാളമായി, വലിയ മുദ്രയായി തമ്പുരാന്റെ തിരുമുറിവുകൾ ഇന്നും ഉണങ്ങിയിട്ടില്ല. ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇവിടെല്ലാം കാണിക്കുക. ജോസഫ് ഉടഞ്ഞവനാണ്, പക്ഷേ അവൻ ഫലപ്രദമായ മുന്തിരിവള്ളിയായി മാറി. 50-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിലൊക്കെ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ചും 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നു, ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനേറെ ഫലപ്രദമായ വൃക്ഷം, അതിൻ്റെ കൊമ്പുകൾ മതിലിന്മേൽ പടരും. അവിടെ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ ഉടഞ്ഞവനാണെങ്കിൽ നിന്നെ മാനമുള്ള പാത്രമാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹകരമായ തലങ്ങളിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പുതിയ പാട്ടുകളൊക്കെ അന്യമായി പോയി. അനുഗ്രഹകരമായ ഗീതങ്ങളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ജീവനില്ലാത്ത പാട്ടുകളുടെയും ജീവനില്ലാത്ത അനുഭവങ്ങളുമാണ്. സർദീസിലെ സഭയോട് യോഹന്നാൻ ശ്ലീഹ പറയുന്നു, നിനക്ക് ജീവനുള്ളതെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാവും. അതുകൊണ്ട് നിശ്ചയമായും സർദീസിലെ സഭയോട് പറയപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ അളവറ്റ സ്നേഹത്തെ രുചിച്ചറിയാതെ ജീവിക്കുന്ന മനുഷ്യൻ നിശ്ചയമായി നീ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ എന്ന് പറഞ്ഞ അർത്ഥത്തിലാവും. പഴയ ഗീതങ്ങൾ കർത്താവ് താണിറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ പങ്കപ്പാടുകളേക്കിയാണ്. 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും നമ്മളെ സമ്പന്നരാക്കേണ്ടതിന് നമ്മുടെ ദാരിദ്ര്യ നിമിത്തം അവൻ നമുക്ക് വേണ്ടി ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. വളരെ മനോഹരമായ ഗീതങ്ങളിലൂടെയൊക്കെ പിതാക്കന്മാർ അത് എഴുതി വെച്ചിട്ടുണ്ട്. ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗ്രഹം പുൽക്കൂടാക്കി വടിയാധാരം ജീവിയായി നീ ഭൂലോകത്തെ സന്ദർശിച്ചു.
അരക്കാശീനു വകയില്ലാതെ തലചായ്പാനും ഇടമില്ലാതെ 33 കൊല്ലം ഭൂതലത്തിൽ പാർത്തല്ലോ നീ. അതുകൊണ്ട് അങ്ങനെ നമുക്ക് വേണ്ടി എല്ലാ കഷ്ടതകളും ഏറ്റ് ബലിയായ ക്രിസ്തു താണിറങ്ങി വന്ന് എന്നോട് നിങ്ങളോടും പറയും, ഞാൻ എന്നെ നന്നായി സ്നേഹിക്കുന്നു. ഈ ലോകത്തിൽ മറ്റാരും എന്നെ സ്നേഹിക്കുന്നതിലുപരി എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ കർത്താവാണ്. ചാർച്ചയിൽപ്പെട്ടവരും കുടുംബസ്ഥരും ഒക്കെ എന്നെ സ്നേഹിക്കുന്നതിലുപരി എന്നെ സ്നേഹിക്കുന്നത് വ്യക്തിപരമായി എൻ്റെ കർത്താവാണ്. അവനെൻ്റെ കാതുകളിൽ ഓരോ നിമിഷവും മന്ത്രിക്കുന്നു, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, വിലയുള്ളവനാണ്. നിന്നെ ഞാൻ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ വെള്ളത്തിൽ കൂടി നടന്നാൽ ഞാൻ അത് നിന്നെ മുക്കിക്കളയുകയില്ല. തീയിൽ കൂടി നടക്കേണ്ടി വന്നാൽ അത് നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ വരച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങളെല്ലാം ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ഓരോ സൃഷ്ടിയും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. ഓരോ കുഞ്ഞും ഉണ്ണിയേശുവിനെ പോലെ ഈ ഭൂമിയെ സന്ദർശിപ്പാൻ കടന്നു വരികയാണ്. വളരെ വിശുദ്ധിയോടുകൂടി അനുഗ്രഹകരമായി നിങ്ങൾ അത്രമാത്രം, ഞാൻ പറഞ്ഞുവല്ലോ, ജീവിതത്തിൽ നിരാശപ്പെട്ടിരിക്കുന്നവരോട് പ്രത്യേകം ഓർപ്പിക്കുന്നു. എല്ലാ സൃഷ്ടികളിലും വെച്ച് മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ വ്യക്തിപരമായി നിങ്ങളൊക്കെയും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ വിലയുള്ള ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി താണിറങ്ങി വന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് മൂല്യമുണ്ടായിട്ടല്ല, നമ്മുടെ ജീവിതത്തിന് മൂല്യമുള്ളത് കൊണ്ടാണ്. നീ എനിക്ക് വലിയവൻ, നിന്നെ ഞാൻ മാനപാത്രമായി നിയമിച്ചിരിക്കുന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് താണിറങ്ങി വന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ രുചിച്ചറിയുവാനായി നമുക്കിടയാവും. പരിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ കാർമ്മികൻ പരിശുദ്ധ ആഹ്വാനം ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ. ശുശ്രൂഷകൻ വായിക്കുന്ന, എൻ്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്രയോ ഭ്രമിക്കത്തക്കതുമാവും. അവിടെ നിശ്ചയമായും വളരെ അനുഗ്രഹകരമായ തലമാണ്. അങ്ങിരുന്ന ദൈവത്തെയാണ് പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പോലെ ഗോഡ് ബിക്കെയിം മാൻ ടു മാൻ ബിക്കം ഗോഡ്. ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവത്തെ പോലെ ആക്കാൻ, ദൈവം മനുഷ്യനായി മനുഷ്യനെ ദൈവമാക്കാൻ. അതുകൊണ്ട് അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു? അവനെ മേശയിൽ അപ്പവീഞ്ഞുകളായി ഞാൻ കാണും. സന്ദർഭവശാൽ ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ രോഗത്തിൻ്റെ ഏറ്റവും വലിയ മരുന്ന് നമ്മുടെ കർത്താവിൻ്റെ ശരീരരക്തങ്ങളാണ്. നിശ്ചയം പിതാക്കന്മാർ എഴുതിക്കുന്ന ബ്ലഡ് ഓഫ് ദി ഇമ്മോർട്ടാലിറ്റി, അമർത്യതയുടെ ഔഷധമാണ് പരിശുദ്ധ ശരീരരക്തങ്ങൾ. നിങ്ങൾക്ക് രോഗം വരുമ്പോൾ സ്വീകരിക്കപ്പെടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹകരമായ തലം തൈലാഭിഷേകവും വിശുദ്ധ കുർബാനയുമാണ്. തൈലാഭിഷേകത്തിൻ്റെ ഹോളി കുർബാന ഇസ് ദ കൾമിനേഷൻ ഓഫ് ഓൾ സാക്രമെന്റ്സ്. എല്ലാ കൂതാശകളുടെയും അടിസ്ഥാനപരമായ അതിൻ്റെ ഏറ്റവും വലിയ അമൂല്യമായ ഭാവമാണ് വിശുദ്ധ കുർബാന. അവിടെ രോഗത്തിൻ്റെയും ദുഃഖങ്ങളുടെയും എല്ലാം നിവാരണത്തിന് ഏറ്റവും അനിവാര്യമായിരിക്കുന്ന തലം വിശുദ്ധ കുർബാന ശരീരരക്തങ്ങളുടെ സംബന്ധം ഉണ്ടാകുക എന്നുള്ളതാണ്. പലപ്പോഴും ഒത്തിരി ദുഃഖങ്ങളോ നെടുവീർപ്പുകളോ ഒക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന മറ്റു ചില തലങ്ങളെ ഉണ്ട്. പ്രവചന പുസ്തകത്തിൽ അർപ്പിക്കും പോലെ, ഇസ്രായേലിൽ യഹോവയാൻ ദൈവം സത്യദൈവം ഇല്ലാഞ്ഞിട്ടോ നീ അമാലേക്കിൻ്റെ ദൈവത്തെ ആശ്രയിക്കാൻ പോവുക. അതുകൊണ്ട് ദുഃഖങ്ങളെല്ലാം വരുമ്പോൾ വളരെ സമർപ്പണത്തോട് വിശുദ്ധ ശരീരരക്തങ്ങൾ ഭക്ഷിച്ചാട്ടെ, മടങ്ങിപ്പോകുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി നിനക്ക് വെളിപ്പെടും നിശ്ചയം. അതുകൊണ്ട് താണിറങ്ങി വന്ന ആ ദൈവസ്നേഹത്തെ മനസ്സിലാക്കണം. ഞാൻ എപ്പിക്ലേസിസിൻ്റെ ഈ പരിശുദ്ധാത്മാ ആഹ്വാനത്തെപ്പറ്റി പറയാൻ കാരണം, ഓരോ കുർബാനയിലും പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ അഗ്നിയെ പോലെ ഈ അപ്പവീഞ്ഞിന്മേൽ ആവസിക്കുന്നുണ്ട് നിശ്ചയം. പക്ഷേ കർത്താവിൻ്റെ സ്വസിദ്ധമായ ആ രൂപത്തിൽ അവൻ്റെ പ്രത്യേകമായ ശക്തിയാൽ ആവസിക്കപ്പെട്ടാൽ ആ നിൽക്കുന്ന കാർമ്മികനും ജനങ്ങളും അവിടെ വെച്ചിരിക്കുന്ന അപ്പവീഞ്ഞുകളൊക്കെ കത്തിപ്പോകും നിശ്ചയം. അങ്ങനെ ഏറ്റവും ശക്തനായ ദൈവം ആർക്കും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പരിശുദ്ധ ത്രോണോസിന്മേൽ അപ്പവീഞ്ഞുകളിൽ ആവസിക്കും പോലെ നീ ഒത്തിരി നാളുകളായിട്ട് പ്രാർത്ഥിച്ചിരുന്ന അനുഭവങ്ങളിലൊക്കെ അദൃശ്യമായ ചില അനുഗ്രഹങ്ങൾ ദൈവം വർഷിക്കുന്നുണ്ട് നിശ്ചയം. മാറാത്ത മുള്ളുകളോടൊക്കെ നീ ജീവിച്ചു എന്ന് പറഞ്ഞാലും ദൈവം നിന്നിൽ അദൃശ്യമായ ചില പരിശുദ്ധാത്മ മുദ്രകൾ പേർത്തരുന്നുണ്ട്. ഒരുപക്ഷെ അത് നമുക്ക് മനസ്സിലാവൂല. ദൈവം പറയുന്ന പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ അല്പം താമസിച്ചു പോയാലും, ഏലിയാവിൻ്റെ ജീവിതത്തിൽ മുമ്പേ ഞാൻ പറഞ്ഞുവല്ലോ,
അബ്രഹാം വിശ്വാസികളുടെ പിതാവാണെങ്കിൽ ഏലിയാവ് വിശ്വാസികളുടെ മാതൃകയാണ്. പൊരുവേലത്ത് കുടയെടുപ്പാൻ കഴിയണം നിശ്ചയം. കർമ്മേൽ മലവയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച ഏലിയാവിന് ചെറിയൊരു കാർമേഘത്തിന്റെ തുണ്ട് കണ്ടപ്പോൾ അവൻ ഇറങ്ങി ഓടി ആഹാബിനോട് എന്ന് പറഞ്ഞു, ആഹാബെ, നീ കൊട്ടാരത്തിൽ പ്രവേശിച്ചുള്ള കാര്യം ശക്തമായ മഴ വരാൻ പോകും. മുമ്പേ ഞാൻ പറഞ്ഞുവല്ലോ, അവർ ഫെയ്ത്ത് ഈസ് നോട്ട് ബിലീവിങ് അവർ ഗോഡ് ക്യാൻ, ബട്ട് ഫെയ്ത്ത് മസ്റ്റ് ബി അവർ ഗോഡ് വിൽ എന്ന് വിശ്വസിക്കുക. എൻ്റെ ദൈവത്തിന് എൻ്റെ ഈ രോഗത്തെ, എൻ്റെ ദൈവത്തിന് എൻ്റെ ദുഃഖത്തെ നിവാരണം ചെയ്യുവാൻ തക്കവണ്ണം കഴിവുള്ളവനാണ്. എല്ലാവരെക്കാളും ദരിദ്രനായി പാവപ്പെട്ടവനായിട്ട് അവൻ കല്ലിടാവിൽ പറഞ്ഞ് എന്തിനും ചോദിച്ചാൽ ഇനിയും തന്നേക്കാൾ ദുഃഖിക്കുന്ന ഒരുവൻ പോലെ ഈ ഭൂമിയിൽ ഉണ്ടാവരുതെന്നുള്ളതാണ്. നിന്റെ കണ്ണീരോ എല്ലാം മായ്പാൻ തക്കവണ്ണം ദൈവം ഇറങ്ങി വന്നു എന്നുള്ളതാണ് താണിറങ്ങി വന്ന ദൈവസ്നേഹം. അവിടെ നിശ്ചയമായും നിശബ്ദനായ നമ്മുടെ കണ്ണീരൊപ്പുന്ന സ്നേഹവാനായ ദൈവത്തെ ദർശിക്കുവാൻ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറക്കുക. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ നാളുകളിൽ ജീവിച്ചതുപോലെ അല്ലല്ലോ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഈ മാന്നാർ പ്രദേശത്തും ഈ ലോകത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. വെളിച്ചം കടന്നിയല്ലാത്ത ചില തലങ്ങളിലേക്കൊക്കെ അനുഗ്രഹകരമായ തലങ്ങൾ നടന്നു വന്നില്ലേ? നമ്മുടെ പിതാക്കന്മാർ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചതിനാൽ അനുഗ്രഹകരമായ ചില തലങ്ങളിലേക്ക് നമ്മളെ ദൈവം നടത്തിയില്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പ്രിയപ്പെട്ടവർ അനുഭവിച്ചിട്ടില്ലാത്ത ഒത്തിരി സൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ പുത്തൻ തലമുറയിലെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർക്ക് കഴിയുന്നു. പഴയ തലമുറയിലെ പ്രിയപ്പെട്ടവർ കണ്ടിട്ട് പോലുമില്ലാത്ത വസ്തുക്കൾ ഉപയോഗിക്കാൻ തക്കവണ്ണം നിശ്ചയമായി നമ്മുടെ പുത്തൻ തലമുറയ്ക്ക് ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. പക്ഷേ ഈ ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ് അനുഗ്രഹകരമായി പ്രതിസ്നേഹം പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ ഒസ്താസിരുവിനെയൊക്കെ പാടും പോലെ, നിനക്കു വേണ്ടി ഞാൻ ധരയിൽ എന്തു വേണമോ, എനിക്ക് വേറില്ല ആശയൊന്നൻ യേശു മാത്രമേ, എവിടെ പോയി ഞാൻ നിനക്കായി ജീവൻ വെക്കണോ, അവിടെ തന്നെ പോകാൻ എനിക്കും ആശ നൽകണേ. അവിടെ യേശുവിന് വേണ്ടി ജീവിക്കുക, നീ സൗഭാഗ്യവനാവും. ജീവിതത്തിന്റെ വിജയത്തിന്റെ സൂത്രവാക്യം എന്താന്ന് ചോദിച്ചാൽ ശക്തനായ പരിശുദ്ധനായ ദൈവത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇന്ന് പിള്ളേർക്കെല്ലാം കോൾഗേറ്റ് സംരക്ഷണ വലയമായി ഇഷ്ടം. പരസ്യങ്ങളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിലാണ്. ശക്തി ലഭിക്കണോ, ബൂസ്റ്റ് കഴിക്കണം എന്നൊക്കെ പറയുന്ന സംരക്ഷണ വലയങ്ങളാണ് ഇന്നത്തെ തലമുറയ്ക്കൊക്കെ ഇഷ്ടം. പഴയ മൂല്യങ്ങളും പരിശുദ്ധമായ ജീവിതത്തിൻ്റെ ദൈവിക സാക്ഷാത്കാരങ്ങളൊക്കെ പുത്തൻ തലമുറയുടെ നവീന ജീവിതത്തിൻ്റെ സംസ്കാരത്തിൽ അത് കത്തിപ്പോയി, വാസ്തവത്തിൽ ഭസ്മമായി പോയി. എപ്പോഴും ശ്രദ്ധിച്ചോണം, പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ഹൈന്ദവ സിദ്ധാന്തത്തിൽ റിട്ടേൺ ടു ദ സോഴ്സ് എന്ന് പറയും, പ്രഭവങ്ങളിലേക്ക് മടങ്ങിപ്പോവുക. നീ എങ്ങനെയായിരുന്നു അതിലേക്ക് മടങ്ങിപ്പോകാനിടയാവും. പഴയകാല ജീവിതത്തിൻ്റെ നന്മ പറഞ്ഞ തലങ്ങളെയൊക്കെ പുത്തൻ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയൊന്നും അല്ലാതിരുന്ന ചില സാധ്യതകളെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ജീവിതത്തിൻ്റെ ദുഃഖകരമായ തലങ്ങളെപ്പറ്റി കിലോമീറ്ററുകൾ താണ്ടി ദേവാലയങ്ങളിൽ പോയിരുന്ന ആധ്യാത്മിക സംസ്കാരത്തെ പറ്റി പുത്തൻ തലമുറയ്ക്ക് ഇന്ന് അറിഞ്ഞുകൂടാ. അവിടെ നിശ്ചയമായും ദൈവം എന്നെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് ബോധ്യപ്പെടുവാൻ ഓരോ നിമിഷവും നമുക്കിടയാവും. ഇന്നിവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നതും പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ നിന്ന് കേൾക്കുന്നതും നിന്റെ ഈ ശ്വാസം പോലും എൻ്റെ ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. ഒത്തിരി ആളുകൾ നമ്മളെക്കാൾ വിശുദ്ധരായിരുന്നിട്ടും ഉറങ്ങാൻ കിടന്നിട്ട് എഴുന്നേൽക്കാതെ പോയ സ്ഥലങ്ങളുണ്ടാവാം. പക്ഷെ ഇന്നും ദൈവം തന്നെ ഈ ഭൂമിയിൽ വച്ചിരിക്കുന്നത് പുത്തൻ ഫലത്തിന് വേണ്ടിയാണ്, പുത്തൻ മുളയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം പുത്തൻ തളിരാണ്. കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് ചോദിച്ചുവല്ലോ, കർത്താവരോട് ചോദിച്ചെന്താ, ഡു യു ഹാവ് സംതിങ് ടു ഈറ്റ്, എന്തെങ്കിലും ഭക്ഷിപ്പാനുണ്ടോ എന്ന് ചോദിച്ചു. ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുന്നു, ഡു യു ഹാവ് സംതിങ് ഫ്രഷ് എന്നുള്ളതാണ്. പുത്തനായിട്ട് പുതുതായിട്ട് ഇന്നലേക്കുപരി ഇന്ന് നിനക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? കർത്താവിലേക്കുള്ള ദൂരം കുറപ്പാൻ ഈ ധ്യാനത്തിനോ നിന്റെ ജീവിതത്തിലെ പെരുന്നാളിൻ്റെ ക്രമീകരണങ്ങളിലോ വിശുദ്ധ കുർബാന സംബന്ധമോ ആധ്യാത്മിക ജീവിതത്തിനോ സാധ്യമാകുന്നുണ്ടോ? അതുകൊണ്ട് നിശ്ചയമായും താണിറങ്ങി വന്ന ദൈവത്തെ സ്നേഹിപ്പാൻ ഇടയാവും. ദൈവത്തെ സംശയിച്ചാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ മുഴുവൻ സംശയങ്ങളായിരിക്കും. ദൈവിക അനുഭവത്തിൽ സംതൃപ്തരല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും പിന്നെ സംതൃപ്തി ഉണ്ടാകും. ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ പരിശുദ്ധമായ തലങ്ങളിൽ ദൈവത്തെ മറന്നാൽ നിന്റെ ജീവിതത്തിൽ സ്മരിക്കപ്പെടേണ്ട പലതും മറന്നുപോകും. വാസ്തവത്തിൽ ഏത് തുറയിൽപ്പെട്ടവനും എല്ലാ ക്രമീകരണങ്ങളും ദുർഘടമായി പ്രയാസമായി മാറുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
അവനിൽ ദൈവത്തിൻ്റെ പ്രകാശമില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെ സാംശീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സംതൃപ്തിയുള്ളൊരു ജീവിതം ഉണ്ടാവും. നിശ്ചയം നിന്റെ ജീവിതത്തിൽ സ്മരിക്കപ്പെടേണ്ട വിശുദ്ധ തലങ്ങളിലേക്ക് നടന്നെടുപ്പാൻ കഴിയും. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരെ, നിശ്ചയമായും യഹോവയുടെ നിയമവും സാക്ഷ്യവും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും ദൈവവും സത്യവുമാകും. 25-ാം സങ്കീർത്തനം 10-ാം വാക്യം. നിശ്ചയമായും താണിറങ്ങി വന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാനായി നമുക്കിടയാവും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം, പക്ഷേ പ്രശ്നത്തെ എല്ലാം പരിഹരിപ്പാൻ തക്കവണ്ണം നിനക്കൊരു ക്രിസ്തുവുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞുവല്ലോ, തളർന്നു പോകുവാനും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാതിരിക്കാനും ഒത്തിരി കാരണങ്ങളുണ്ടാവാം. പക്ഷേ തളർന്നു പോകാതിരിക്കാനും ജീവിതത്തിൽ പിടിച്ചു നിൽപ്പാനും നിനക്ക് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അത് നിന്റെ ക്രിസ്തുവാണ്. ബലമുള്ള ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ നിനക്കും ലഭിക്കും ബലം. ബലഹീനനെന്നു ഞാൻ കരുതിയ നാൾ അന്നാളിലവനെന്നോടു ചൊല്ലി, ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെ ഉണ്ട്. ശക്തനാക്കുന്നവൻ ബലം പകരുന്നവൻ നിന്നോടു കൂടെയുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 27-ാം വാക്യം. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളവനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായി തിരഞ്ഞെടുത്തു. ഏത് ഒരു ജഡവും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന്. അതുകൊണ്ട് നീ നിസ്സഹായനാണെന്ന് തോന്നിയാൽ നിന്നിൽ ദൈവം ബലം തരും. നിശ്ചയം ബലമുള്ള ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നീ ബലമുള്ളവനാവും. പ്രത്യാശ തരുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് പ്രത്യാശ ലഭിക്കും. അവിടെ അനുഗ്രഹകരമായി താണിറങ്ങി വന്ന ദൈവത്തെ സ്നേഹത്തെ മനസ്സിലാക്കുക. രണ്ടാമതായി, ശക്തീകരിക്കുന്ന ദൈവസ്നേഹത്തെ നീ തിരിച്ചറിയണം. ചൂരച്ചെടിയുടെ തളയിൽ കിടന്ന് മരിപ്പാൻ ആഗ്രഹിച്ച ഏലിയാവിനോട് യഹോവയുടെ ദൂതൻ വന്ന് പറയുന്നു, നീ എഴുന്നേറ്റ് ഭക്ഷിക്കുക, നിനക്കിനിയും വളരെ ദൂരം സഞ്ചരിപ്പാനുണ്ടല്ലോ. മുമ്പ് ഞാൻ ഓർപ്പിച്ച കർത്താവിൻ്റെ പരിശുദ്ധ ശരീരരക്തങ്ങളുടെ സംബന്ധത്താൽ കർത്താവ് പറയുന്ന വലിയ വാഗ്ദത്തമാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് അവൻ ഒരു നാളും മരണമില്ല. നിശ്ചയം നിത്യജീവൻ. ചെറിയ പ്രായത്തിലൊക്കെ നമ്മൾ പാടിയിട്ടുള്ളൊരു പാട്ടുണ്ട്, ഇറ്റ് ഈസ് ബബിളിങ് ഇൻ മൈ സോൾ എന്ന് പറയും. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹം നുരഞ്ഞു പൊന്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് താണിറങ്ങി വന്ന് ശക്തീകരിക്കുന്ന ദൈവസ്നേഹത്തെ നീ തിരിച്ചറിയണം. നിന്റെ ദുർഘടങ്ങളിൽ മറ്റാരും അല്ലല്ലോ നിന്നെ സഹായിച്ചത്. ഇനി എനിക്ക് ജീവിപ്പാൻ കഴിയില്ല, ചേറിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ താണുപോയി എന്ന് പറഞ്ഞ നിമിഷങ്ങളിൽ നിന്റെ ബാധകളെ അനുഗ്രഹകരമാക്കി, നിന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി, ഉറപ്പുള്ള പാറയിൽ നിന്ന് നിർത്തിയ ദൈവത്തെ നീ സ്നേഹിക്കണം. നിശ്ചയമായി ആ ദൈവത്തിൻ്റെ ശക്തിയിൽ നീ പ്രത്യാശ വെച്ച് ജീവിപ്പാൻ ഇടയാവും. ജീവിതത്തിൻ്റെ തുറകളിലേക്ക് ഞാൻ നടന്നു പോകട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞുവല്ലോ, ജോസഫ് ഉടഞ്ഞവനാണ്, പക്ഷെ അവൻ മിസ്രൈമിലെ പ്രഭുവായി മാറി. യാക്കോബിന്റെ തുടയലിൽ ദൈവം തൊട്ടു. ഇന്ന് മുതൽ നീ യാക്കോബ് എന്നാൽ ഇസ്രായേലിന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം, നിനക്ക് ഏറ്റവും ബലമുള്ളതിനെ നീ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവനെ ദൈവം ഒരിക്കൽ ഒരുപക്ഷെ സ്പർശിച്ചേക്കാം. പക്ഷെ നിന്നെ ചെറുതാക്കാൻ വേണ്ടിയല്ല, ദൈവത്തിൻ്റെ മകനായി മകളായി നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ആ ശക്തീകരിക്കുന്ന ദൈവസ്നേഹത്തിൽ ബലപ്പെടാനിടയാണ്. 84-ാം സങ്കീർത്തനം 5-ാം വാക്യം. ബലം നിന്നിലുള്ളോർ ഭാഗ്യം നിറഞ്ഞോർ നിശ്ചയമാണെന്നും താഴ്ച ഭാവിക്കുകയില്ലെന്നും. 84-ാം സങ്കീർത്തനം 5-ാം വാക്യം. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴിൽ കൂടി കടന്നാലും അവർ അതിനെ ജലാശയമാക്കി മാറ്റും. മുൻമഴയാൽ അത് അനുഗ്രഹമായി തീരും. ഞാൻ എല്ലാ പ്രസംഗങ്ങളും ആവർത്തിക്കുന്ന ഒരു പ്രത്യേകമായ ഗീതമുണ്ട്. നിശ്ചയമായും നമ്മളെല്ലാം മരണ വീട്ടിലൊക്കെ പാടുന്ന അനുഗ്രഹകരമായ പാടുന്ന, എൻ്റെ ആത്മാവേ നിന്നിൽ ചാഞ്ചല്യമെന്തിഹേ ബാഖായിൻ താഴ്വര അത്രേത് സിയോൻ ബോരി തന്നിൽ വേഗം നമുക്കെത്തി ആനന്ദ കണ്ണുനീർ വീഴ്ത്തിയിടാമേ. അവിടെ ബാഖാ താഴ്വര കഴിഞ്ഞാൽ
നിനക്ക് വേണ്ടി മനോഹരമായ സിയോൻ കുന്ന് കാത്തിരിക്കുകയാണ്. ജീവിതത്തിന്റെ ഈ തീർത്ഥാടനം പ്രത്യേകിച്ചും പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പോലെ വി ആർ ദ പിലിഗ്രിംസ് ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിലേക്കുള്ള തീർത്ഥാടകനാണ് നമ്മൾ. പക്ഷേ ഈ തീർത്ഥാടന പാതയിൽ കല്ലും മുള്ളും പൂക്കളും ഒക്കെ ഉണ്ടാവും. എല്ലാത്തിനെയും നീ ധ്യാനിപ്പാൻ ഇടയാവും. ജീവിതത്തിൽ കയറ്റവും ഇറക്കവും ഉണ്ടാവാം. നീ രണ്ടിനെ ഒരുപോലെ സ്വീകരിക്കണം. യോബ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ നന്മ മാത്രമല്ല തിന്മയും പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ബാധ്യതയില്ലയോ? അതുകൊണ്ട് യോബ് ആവർത്തിക്കപ്പെടണമെന്നായിരുന്നു. ഇന്ന് ഈ കായന്മാർ വർദ്ധിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഹാബേലുമാർ കുറയുകയും ചെയ്യും. സ്വന്തം സഹോദരനെതിരെ വാളെടുക്കുന്ന കായന്മാർ ഇന്ന് വർദ്ധിക്കുകയും ഹാബേലുമാർ കുറയുകയും ചെയ്യുന്നു. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ജീവിത സരണി ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചേക്കാം. പക്ഷേ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഒരു തുണ്ട് മണ്ണിന് വേണ്ടി, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി സ്വന്തം സഹോദരനെ ഇല്ലായ്മ ചെയ്യുന്ന സഹോദരി, നിന്നെ ദൈവം പിടിക്കാതിരിക്കുമോ? നിശ്ചയം. നിൽപ്പാൻ 2 അടി മണ്ണ് മതി, കിടപ്പാൻ 6 അടി മണ്ണും. വാസ്തവത്തിൽ കുറച്ച് മണ്ണ് വേണ്ടത് ഇപ്പൊ ജീവിക്കാൻ വേണ്ടിയാ. ഞാൻ പറഞ്ഞല്ലോ, നിനക്ക് നിൽക്കുന്നതിന് 2 അടി മണ്ണ് മാത്രം മതി. അന്ത്യ വിശ്രമത്തിനായി ഒരു നിദ്രയ്ക്കായിട്ട് നിനക്ക് 6 അടി മണ്ണും ശേഷിക്കും. പക്ഷേ ഇന്ന് മണ്ണിന് വേണ്ടി സ്വന്തം സഹോദരങ്ങളോട് ഈർഷ്യയിലിരിക്കുന്നവന് ഒരിക്കലും ഒരു യാഗം അവൻ അനുഗ്രഹമായി മാറുകയില്ല. ആകയാൽ നീ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ അർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് വല്ലതും ഉണ്ടെന്ന് തോന്നിയാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പാകെ വെച്ച് ആദ്യം ചെന്ന് അവനോട് നിരന്നുകൊള്ളുക. ഇന്ന് ഈ നിരപ്പാകലിന്റെ ശുശ്രൂഷയില്ല. ഇന്ന് ഈ ശുഭക്കോനോ ശുശ്രൂഷകൾ അന്യമായി പോയി. ദേവാലയത്തിൽ അന്യോന്യം ശ്ലോമോ നൽകിയെന്ന് പാടുന്നുണ്ടല്ലോ. നന്നായി കൈകസ്തൂരി കൊടുക്കാൻ കഴിയണം. കൈകസ്തൂരികൾ പോലും ഇന്ന് വിചിത്രമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. ചില ആളുകൾ പ്രത്യേക തലങ്ങളിലെ ദേവാലയത്തിൽ വന്ന് നിൽക്കാറെന്നുള്ള ദുരന്തം ഞാൻ സന്ദർഭവശാൽ ഓർപ്പിക്കുന്നു. ചില ആളുകൾ പള്ളിയിൽ വരുമ്പോൾ എന്നും നിൽക്കുന്ന ഒരേ സ്ഥലത്ത് തന്നെയാണ്. നമുക്കറിയാം ഡേഞ്ചർ സോൺ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. എന്നാൽ യൂറോപ്പിലുണ്ട് സെക്യൂരിറ്റി സോൺ എന്നും പറഞ്ഞൊരു സോണുണ്ട്. എന്താ ചോദിച്ചാൽ അവിടെ തീ പിടിക്കുമ്പോൾ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചില സെക്യൂരിറ്റി സോണുകളുണ്ട്. ചില ആളുകൾ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന സ്ഥലം എന്നും അതാകുന്നത് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അത്രയും സ്ഥലത്തിന് അവർ പൈസ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവരെഴുതി വാങ്ങിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പിന്നീട് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലായത് അവിടെ നിന്നാൽ എൻ്റെ സഹോദരന് കൈകസൂരി കൊടുക്കേണ്ട ഗതികേടില്ല. അവൻ വേറൊരു സ്ഥലത്ത് മാറി നിന്നുകൊള്ളു. കൈകസൂരിയിൽ കൈകളുടെ ഉള്ളുങ്ങൾ തമ്മിൽ ബന്ധിക്കപ്പെടണം. ഹൃദയത്തോട് ബന്ധിക്കപ്പെടുന്നതാണ് വാസ്തവത്തിൽ കൈകസ്തൂരി. സമാധാനത്തിൻ്റെ ചുംബനം എന്ന് പറയും. ദേവാലയത്തിൽ വരുന്നവർക്കാർക്കും പ്രത്യേകിച്ച് സമാധാനവുമില്ല. ദേവാലയത്തിൽ നിന്ന് ആരാധന കഴിഞ്ഞ് നിങ്ങൾ സമാധാനത്താലെ പോകുവീൻ എന്ന് 6 തവണയും അവസാനം സംതൃപ്തിയോടെ സമാധാനത്തോടെ പോകുവീൻ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സമാധാനത്തിൻ്റെ ആശീർവാദം നടത്തിയാലും ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ സമാധാനമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ഗതിവിഗതികളൊക്കെ നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തും. യേശുവമ്പുരാൻ പറഞ്ഞില്ലേ, ഈ കല്ലിനെ മാറ്റുമീൻ. അതുകൊണ്ടാണ് ലാസ്റ്റിലും പാടുന്നത്, ഭാരങ്ങൾ കൂടുന്നതിനാൽ ഒന്നും വേണ്ട യാത്രയിൽ അല്പമാപ്പം വിശപ്പീനും സ്വൽപ്പവെള്ളം ദാഹിക്കിൽ. വലിയ വീരന്മാരെന്ന് പറഞ്ഞ് നടന്നവരൊക്കെ അനുഗ്രഹകരമായ സംസ്കാരം പോലും ലഭിക്കാതെ, അനുഗ്രഹകരമായ മരണാന്തര ശുശ്രൂഷ ലഭിക്കാതെ എന്ന കുഴിയിൽ നിശബ്ദമായ പൊടിയിലാണ്. പക്ഷെ ആ പൊടിയെ ദൈവം ഉയർപ്പിക്കും ഒരു നാൾ. ആ പ്രത്യാശയിൽ ജീവിപ്പാൻ ശക്തീകരിക്കുന്ന ദൈവസ്നേഹത്തെ അറിയുക. അവൻ നിന്നെ നുറുക്കും, നിന്നെ വാഴ്ത്തും. അവൻ വാഴ്ത്തിയാൽ നീ അധികം വരും, അധികരിക്കുകയും ചെയ്യും. 5 അപ്പവും 2 മീനും എടുത്ത് കർത്താവ് വാഴ്ത്തി, അവൻ നുറുക്കി, അതിനെ വർദ്ധിപ്പിച്ചു. then there is surplus also. അവിടെ അധികവും വന്നു. അവിടെ നിന്നെ നുറുക്കുന്നത് അധികം വരുത്താനാണ് ഓർത്തുള്ളത്. നിന്റെ ദുഃഖങ്ങളൊക്കെ പുതിയ ജീവിതത്തിന്റെ ആവിഷ്കാരങ്ങൾ 100 മേനി ഫലത്തിനായിട്ടാണ്. നിന്റെ ദുഃഖങ്ങൾക്കൊക്കെ ഒരു വിശുദ്ധിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ആശാരിമാരോട് പോയി ചോദിക്കണം, ഏത് മരമാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അവർ പറയും, താഴ്വരയുള്ള മരത്തേക്കാൾ ശക്തി വലിയ മലമുകളിലുള്ള മരത്തിനാണ്. കാര്യം എന്താ? കാറ്റൊക്കെ ഇങ്ങനെ അടിച്ച് വലിയ വേനലിന്റെ ഉഷ്ണത്തിന്റെ സ്ഥലത്ത് നിൽക്കുന്ന മരത്തിന് നല്ല കാതലായിരിക്കും. അതുകൊണ്ട് ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ ചോദിച്ചാൽ റൂഷ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കും. റൂഷ് എന്താ? വാട്ട് ഈസ് ക്രോസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും,
ക്രോസ് ഈസ് ദ സം ടോട്ടൽ ഓഫ് ദി ഹ്യൂമൻ പെയിൻ. മനുഷ്യജീവിതത്തിലെ ദുഃഖത്തിൻ്റെ ആകത്തുകയാണ് നിന്റെ കുരിശ്. ആ കുരിശിനെ ദൈവം, ആ ദുഃഖത്തിൻ്റെ കുരിശിനെ ദൈവം വലിയ സൗന്ദര്യമുള്ള, വലിയ സമാധാനത്തിൻ്റെ ചിഹ്നമാക്കി മാറ്റി. അതുകൊണ്ട് നിശ്ചയമായും നിന്റെ മരുഭൂമിയിലേക്ക്, നിന്റെ കുരിശിൻ്റെ വഴികളിലേക്ക് ഈ ക്രിസ്തുവിനെ ഒന്ന് ക്ഷണിച്ചാട്ടെ. നിനക്ക് അനൽപമായ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ബബിളിങ് ഇൻ മൈ സോൾ, ദൈവത്തിൻ്റെ അനശ്വരമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ കഴിയും. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, താണിറങ്ങി വന്ന് ശക്തീകരിക്കുന്ന, മൂന്നാമതായി രൂപാന്തരപ്പെടുത്തുന്ന ക്രിസ്തുവിനെ നീ അറിയണം. നിന്റെ പാപത്തിൻ്റെ കെട്ടുപാടുകളെല്ലാം കർത്താവ് എന്താ പറഞ്ഞേ? ഹിമം പോലെ നിന്റെ പാപത്തെ വെളുപ്പിക്കാമെന്നാ പറഞ്ഞു. നിനക്ക് വലിയ ആകൃതി രക്താംബരം പോലെ ഉള്ള നിന്റെ പാപത്തിന്റെ കെട്ടുകളെയൊക്കെ ഹിമം പോലെ ഞാൻ വെളുപ്പിക്കാം എന്ന കർത്താവ് പറഞ്ഞു. അവിടെ രൂപാന്തരപ്പെടുത്തുന്ന സക്കായിയുടെ കാര്യം ഞാൻ പറഞ്ഞുവല്ലോ. സക്കായിയെ ദൈവം രൂപാന്തരപ്പെടുത്തി. ഒരു നാണയം തിരിച്ചു വെച്ചതുപോലെയുള്ള മാറ്റം സക്കായിൽ ഉണ്ടാകുകയാണ്. സക്കായിയെയും മുടിയൻ പുത്രനെയൊക്കെ ദൈവം രൂപാന്തരപ്പെടുത്തി. ദൈവം എനിക്കായി നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നീ കടന്നു വന്നാൽ നിന്റെ കാലിന് ചെരുപ്പ് ധരിപ്പിച്ച്, നിന്റെ കൈക്ക് മോതിരവിട്ട്, നിനക്ക് നല്ല സ്നേഹത്തിന്റെ ചുംബനം നൽകി, മറ്റാരും നിന്നെ സ്നേഹിക്കാത്തതുപോലെ, സ്നേഹിച്ചിട്ടില്ലാത്തതുപോലെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ കൈകൾ രണ്ടും വിരിച്ച് കർത്താവ് ഇന്ന് നിൽക്കുകയാണ്. നിന്നെ തേടി എന്നെ നോക്കി നിൽക്കുകയാണ്. ആ രൂപാന്തരപ്പെടുത്തുന്ന ദൈവസ്നേഹത്തെ അറിയണം. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് വില്യം വേഡ്സ്വർത്തിനോട്, സൺഡേ സ്കൂൾ കുട്ടികളോട് അധ്യാപകർ ഒരു ചോദ്യം ഉന്നയിച്ചു. ഒരു പേപ്പർ എടുത്ത് കാനാവിലെ കല്യാണ നാളിനെ പറ്റി എഴുതാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, നമ്മുടെ ഒരു സഹോദരൻ പരീക്ഷയ്ക്ക് പോയി. അവൻ പരീക്ഷ പേപ്പറിൽ അരപ്പേജിൽ ഉത്തരവെഴുതാനായിട്ട് പറഞ്ഞ സ്ഥലത്ത്, നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ അരപ്പേജിൽ ഉത്തരവെഴുതാൻ പറഞ്ഞ സമയങ്ങളിൽ അരപ്പേജ് 1 പേജായി, 2 പേജായി, 3 പേജായിട്ടൊക്കെ മാറിപ്പോയിട്ടുണ്ട്. ഒരിക്കലും മാർക്ക് കൂടുതൽ കിട്ടുകയുമില്ല. ഇങ്ങനെ ഒരു സഹോദരൻ കുറേ കാര്യങ്ങൾ എഴുതി ഞാൻ ശ്രദ്ധിച്ചു. അരപ്പേജിൽ ഉത്തരവെഴുതാൻ പറഞ്ഞിട്ട് 3 പേജിൽ ആയിട്ടും ചോദ്യം ഇങ്ങനെയാണ്: സൾഫ്യൂരിക് ആസിഡ് എങ്ങനെയാണ് ഉണ്ടാകുക? ഇവൻ 3 പേജ് എഴുതിയിട്ടും സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാകുന്നില്ല. അവസാനം നിവൃത്തിയില്ലാതെ ആ സഹോദരൻ എഴുതി വെച്ചു. 3 പേജ് എഴുതി കഴിഞ്ഞപ്പോൾ അരപ്പേജിന്റെ ഉത്തരത്തിന്റെ 3-ാം പേജിൽ അവൻ എഴുതി: ഇനി എന്തിനേറെ പറയുന്നു, കുപ്പിയിൽ വാതകം നിറയുന്നു എന്ന് എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ഞാൻ പറഞ്ഞത്, വില്യം വേഡ്സ്വർത്തിനോടും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടും കാനാവിലെ കല്യാണ നാളിനെ പറ്റി അറിയാൻ പറഞ്ഞപ്പോൾ നമ്മുടെ ഈ സഹോദരനെ പോലെ എല്ലാ പ്രിയപ്പെട്ടവരും എഴുതാൻ തുടങ്ങി. കാനാവിലെ കല്യാണ നാളിൽ 2-ാം നാൾ അങ്ങനെ ഒരു കല്യാണം ഉണ്ടായിരുന്നൊക്കെ എഴുതി തുടങ്ങി. പക്ഷേ വില്യം വേഡ്സ്വർത്ത് ഒരു കാര്യം മാത്രം എഴുതി: വാട്ടർ സോ ഇറ്റ്സ് ക്രിയേറ്റർ ആൻഡ് ബ്ലഷ്ഡ് എന്നെഴുതി. വെള്ളം അതിൻ്റെ സ്രഷ്ടാവിനെ കണ്ടു, അത് തിളച്ചു മറിഞ്ഞു, അല്ലെങ്കിൽ ശോണിതമായി എന്ന് എഴുതി വെച്ചു. അതുകൊണ്ട് ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്താൻ മതിയായവനാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വിഴുപ്പുകെട്ടൊക്കെ കർത്താവിന് അങ്ങോട്ട് കൊടുത്തേ. കർത്താവ് അതിനെ എടുത്തേച്ച് മനോഹരമായ അനുഭവത്തിൽ, നിനക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ലാത്തൊരു സന്തോഷത്തിൻ്റെ ലഹരിയിൽ. മദ്യം കഴിച്ചാൽ ലഹരി ഉണ്ടാവും, ഇല്ലേ? സ്ത്രീകളോട് ചോദിച്ചിട്ട് കാര്യമില്ല, എന്നാലും ഇപ്പോഴത്തെ സ്ത്രീകളോടും ചോദിക്കാം. എന്നാൽ ഞാൻ പറഞ്ഞു, മദ്യം തരാത്ത, മറ്റൊന്നിനും നിനക്ക് തരാൻ കഴിയാത്തൊരു ലഹരി, ക്രിസ്തുവാകുന്ന ആധ്യാത്മിക ലഹരി നിനക്ക് ലഭിക്കും നിശ്ചയം. അതുകൊണ്ട് ദാവീദിനെ രൂപാന്തരപ്പെടുത്തിയ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തു നിന്റെ ചാരം നീക്കിയാണ് നിന്നെ വിശുദ്ധീകരിപ്പാൻ, നിനക്ക് രൂപാന്തരം തരാൻ, ശക്തീകരിപ്പാൻ തക്കവണ്ണം. ഒരു പോയിന്റോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. ദൈവത്തിൻ്റെ സ്നേഹം താണിറങ്ങി വന്ന സ്നേഹമാണ്. അത് ശക്തീകരിക്കുന്ന സ്നേഹമാണ്, രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹമാണ്, നിന്നെ അനുരഞ്ജനപ്പെടുത്തുന്ന സ്നേഹമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ തിരുമുറിവുകൾ പിതാവാൻ ദൈവത്തോട് നിന്നെ അനുരഞ്ജനപ്പെടുത്തുകയാണ്. കാതുകളിൽ ദൈവം ചോദിക്കുന്ന ചോദ്യം: ബറിയോന ശീമോനെ, ഇവരിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞ് 3-ാം തവണ പൊട്ടിക്കരയുന്ന പത്രോസിനെ മാറോട് ചേർത്ത് ആശ്ലേഷിക്കുന്ന ക്രിസ്തുവിലേക്ക് അടുത്തു വരിക. നിന്നെ അനുരഞ്ജനപ്പെടുത്തുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അത് ഹൃദയത്തിൽ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഹൃദയത്തിൻ്റെ പലകളിൽ എഴുതിക്കൊണ്ട് വേണം പോകാൻ. മറ്റാരും ഈ ഭൂമിയിൽ നിന്നെ സ്നേഹിക്കുന്നതിലുപരി നിന്നെ സൃഷ്ടിച്ച യേശു ക്രിസ്തു നിന്നെ അത്യധികമായി സ്നേഹിക്കുന്നു. അനുരഞ്ജനപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണവൻ. ജീവിതത്തിൻ്റെ തുറകളിൽ മറ്റാരും നിന്നെ സ്നേഹിക്കാത്തപ്പോൾ പിതാവാൻ ദൈവത്തോട് നിന്നെ നിരപ്പാകുവാൻ വേണ്ടി തൻ്റെ പ്രത്യേകിച്ചും ക്രൂശുമരണമൊക്കെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അവൻ്റെ കൈകളെല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ്. വീഴുമ്പോൾ മണ്ണ് മൂക്കിലൂടെ പ്രവേശിക്കുന്നുണ്ട്, പൊടിമണൽ. അതൊന്ന് തൂക്കാൻ പോലും നമ്മുടെ കർത്താവിന് കഴിയുന്നില്ല. കാര്യം അവൻ്റെ കൈകൾ വെച്ചിരിക്കുകയാണ്. കയറുകൊണ്ട് കെട്ടി അവൻ്റെ തോളിലെ
അവൻ്റെ ത്വക്കെല്ലാം ഉരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ നൊമ്പരങ്ങളൊന്ന് ഏറ്റുവാങ്ങി ഒന്ന് അല്പമെങ്കിലും ആശ്വാസം കൊടുക്കാൻ പോലും കഴിയുന്നില്ല. ഒരു വെറോണിക്ക എന്ന് പറഞ്ഞൊരു സ്ത്രീ മാത്രം അത് സഹായിച്ചു. ഞാൻ പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ഈ തിരുമുറിവുകളെ ധ്യാനിപ്പാനിടയാവും. നിനക്ക് വേണ്ടിയാണ് അവൻ മരിച്ചു എന്നുള്ള ബോധ്യം സൂക്ഷിപ്പാനിടയാവും. മനോഹരമായ അനുഗ്രഹകരമായ ഒരു പാട്ടുണ്ട്, ഓ ഹാപ്പി ഡേ. ആ മനോഹരമായ ഗീതമാണ് ഫിലിപ്പ് ഡ്രോട്ടിങ്സ് എഴുതിയ ഓ ഹാപ്പി ഡേ എന്ന ഗീതം പിന്നീട് മലയാള ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അതിൻ്റെ തർജ്ജമ നിങ്ങൾക്കറിയാവുന്ന ഒരു ഗീതമാണ്. അനുഗ്രഹകരമായ ജീവിപ്പാൻ്റെ കൊണ്ട് ദൈവത്തിലേക്ക് നടന്നെടുക്കുന്ന ഭക്തൻ പാടുന്ന ഒരനുഗ്രഹകരമായ പാട്ടാണ് ഓ ഹാപ്പി ഡേ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവൻ പാപം തീർത്ത നാൾ, ആർത്തു പ്രാർത്ഥിക്കാറാക്കിയതാൻ, ആർത്തു ഘോഷിക്കാറാക്കിയതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവൻ പാപം. എൻ രക്ഷക, എൻ ദൈവമേ എന്ന അനുഗ്രഹകരമായ പാടാൻ ദൈവം സഹായിക്കട്ടെ. താണിറങ്ങി വന്ന് രൂപാന്തരപ്പെടുത്തുന്ന, അനുരഞ്ജനപ്പെടുത്തുന്ന ദൈവസ്നേഹത്തെ രുചിച്ചറിയുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ പരിമല കൊച്ചിനോട് മധ്യസ്ഥയിൽ അഭയപ്പെട്ട് എല്ലാവരോടും സ്നേഹം അറിയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.